പങ്കുവെക്കട്ടെ. ഈ നിമിഷങ്ങളിൽ പ്രിയരെ, ഞാൻ വിവാഹിതനാണ്. 3 ആൺമക്കളെ ദൈവം എനിക്ക് വളർത്താൻ തന്നു. 3 ആൺമക്കളെ. എൻ്റെ മൂത്ത കുഞ്ഞ് മത്തായി കുഞ്ഞെന്ന് ഞങ്ങൾ അവനെ വിളിക്കുമായിരുന്നു. മിടുക്കനായിരുന്നു, സുന്ദരനായിരുന്നു, ഒത്തിരി നല്ല കുട്ടിയായിരുന്നു. ഒന്നാന്തരമായിട്ട് ചിത്രം വരയ്ക്കും, മനോഹരമായിട്ട് പാട്ടുപാടും, സുന്ദരമായിട്ട് അവൻ പ്രസംഗിക്കും. ജീവിതത്തിൽ ആരാകാനാണ് ഇഷ്ടമെന്ന് 3 വർഷം മുമ്പ് ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ചോദിച്ചപ്പോൾ തുണ്ടുകടലാസ് എടുത്ത് ബൗണ്ടറി വരച്ച് ബൗണ്ടറിയിൽ ചിത്രങ്ങൾ കോറിയിട്ടിട്ട് നടുവിൽ അവൻ എഴുതി, എനിക്ക് എൻ്റെ അച്ചാച്ചനെ പോലെ ഒരു സുവിശേഷകനാകാനാണ് ഇഷ്ടം. ദൈവമക്കളെ, ആരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആ കുട്ടി. ഏത് വീട്ടിലേക്കും അവൻ കയറി ചെല്ലും, ആരെയും വളരെ വേഗം പരിചയപ്പെടും, ഏത് മനുഷ്യനോടും ഇടിച്ചു കയറി ബന്ധം സ്ഥാപിക്കാൻ അവൻ മിടുക്കന. നാട്ടിൽ എല്ലാവർക്കും അവൻ കണ്ണിലുണ്ണിയാണ്. മത്തായി കുഞ്ഞിനെ അറിയാത്ത ഒരു മനുഷ്യനും നാട്ടിലില്ല. എല്ലാവരും അവൻ കമ്പനിയാണ്. 3 വർഷം മുമ്പ് ദൈവമക്കളെ, കൃത്യം പറഞ്ഞ 2003 ആണ്ട് സെപ്റ്റംബർ മാസം 12-ാം തീയതി ഒരു വെള്ളിയാഴ്ചയായിരുന്നു. രാവിലെ മുതൽ അവൻ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ്. അവൻ അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയി ചെടികൾ ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് അത് ഈ വാടക വീടിന്റെ മുറ്റത്ത് നടുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എടമോനെ, ഇത് ആരാന്റെ വീടിന്റെ മുറ്റത്ത് എന്തിനാ നീ ചെടിയൊക്കെ നടുന്നത്? എൻ്റെ അച്ചാച്ച ആരാന്റെ വീടാണെങ്കിൽ എന്താ, ഈ ചെടി നല്ലതല്ലേ, ഇതിനൊക്കെ നല്ല ജീവനുള്ളതല്ലേ. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഇതങ്ങ് പറിച്ചുകൊണ്ട് പോകണം. മോനെ, ഇതിവിടെ നട്ടുവെച്ചാൽ പറിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? എന്തായാലും ഞാനിത് നടും. സന്ധ്യ വരെ അവൻ ചെടികൾ നട്ടു. പ്രിയപ്പെട്ടവരെ, സന്ധ്യ വരെ. അന്ന് രാവിലെ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോകാൻ വേണ്ടി 6 മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കുപ്പായം ഇടുമ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു. എന്താ അതിരാവിലെ പതിവില്ലാതെ എണീറ്റ് വന്ന? 100 പ്രാവശ്യം വിളിച്ചാൽ നീ എണീക്കൂലല്ലോ, എന്താ എണീറ്റ് വന്നത്? അവൻ എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. എന്തിനാ മോനെ അച്ചാച്ചനെ കെട്ടിപ്പിടിച്ചത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. അവൻ എൻ്റെ കവിളത്ത് അമർത്തി ചുംബിച്ചു. ഞാൻ അവനോട് അത്രമാത്രം മിങ്കിൾ ചെയ്യാറില്ലായിരുന്നു. എപ്പോഴും ഞാൻ അത്രമാത്രം അവനെ അടുപ്പിക്കാറില്ലായിരുന്നു. അവൻ എന്നെ അമർത്തിപ്പിടിച്ചു, എൻ്റെ കവിളിലൊരു ഉമ്മ തന്നു. എന്തിനാണ് രാവിലെ അച്ചാച്ചനൊരു ഉമ്മ? എനിക്കിഷ്ടമായിട്ടാ. മറ്റേ കവിളത്തൊരു ഉമ്മ തന്നു. എന്തിനാണ് 2 കവിളത്തുമ്മ? എനിക്കിഷ്ടമായിട്ടാ. ഞാൻ അവന് ഉമ്മ കൊടുത്തു. അവൻ എന്നെ വിടുന്നില്ല. ഒരു 100 ഉമ്മ നിരന്തരം എനിക്ക് തന്നു. എന്തിനാ മോനെ ഇത്രയും ഉമ്മ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ. വിട്ടേ, ഞാൻ പോകട്ടെ. ബലമായിട്ട് പിടിപിടിപ്പിച്ച് ഞാൻ വീട് വിട്ടുപോയി. ഉച്ച കഴിഞ്ഞ് 2:30 ഞാൻ വരുമ്പോൾ കക്ഷി അവിടെ ഇല്ല. അവൻ സൈക്കിൾ കൊണ്ട് നാട് ചുറ്റാനും ചെടി പറിക്കാനും പോയിരിക്കുക. ഞാനൊന്ന് മയങ്ങി തെളിഞ്ഞ് 5 മണിക്ക് അടുത്ത മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകാൻ വീട് വിട്ടിറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞ് വിയർത്ത് കുളിച്ച് ഓടി വന്നു. അന്ന് എനിക്ക് മൂത്ത 2 പേര് മാത്രമേ ഉള്ളൂ. കൊച്ചുമോൻ ജനിച്ചിട്ടില്ല. അവൻ ഓടി വന്നിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ വാതിലിങ്ങനെ കൈ വിരിച്ച് ബ്ലോക്ക് ചെയ്തു. നിന്നെ മാഷേ എന്ന് പറഞ്ഞു. ഞാൻ നിന്നു. എന്തേലും ചോദിച്ചു. അതെ, എവിടെ പോവുക? ഞാൻ ഇങ്ങനെ പുളിന്താനം കൺവെൻഷന് പ്രസംഗിക്കാൻ പോവുക. എപ്പോൾ വരും? ഒരു 9:30-10 മണിയാവുമ്പോൾ വരും. എനിക്കൊരു വാക്ക് പറയാനുണ്ടായിരുന്നു. എന്താ അത്? ഇന്നൊരു 9:30 വരണം. എൻ്റെ മോനെ, 10 മണിയാവാതെ വരാൻ പറ്റില്ലല്ലോ. അവിടുത്തെ മീറ്റിംഗ് 9:30 തീരുള്ളൂ. പറഞ്ഞിട്ട് വന്നാലും 10 മണിയാവും. അല്ല, ഇന്ന് 9:30 വരണം. അതെന്താ അങ്ങനെ പറയണതിൻ്റെ കാരണം? അതൊന്നും എനിക്കറിയില്ല. ഇന്ന് 9:30 വരണം. ഞാൻ ഇതുവരെ അച്ചാച്ചനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഈ കാര്യം പറഞ്ഞത് സമ്മതിക്കണം. പറഞ്ഞു, മോനെ, എങ്ങനെ വന്നാലും 10 മണിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് 9:30 വരില്ല മോനെ. ഉറപ്പായിട്ടും വരില്ല. അപ്പോഴും തന്നു എനിക്ക് 2 ചുംബനം. ദൈവമക്കളെ, ഞാൻ അവനെ മാറ്റി അവിടെ നിന്ന് പോയി. 9:30 മണിക്ക് പ്രസംഗം നിർത്തി. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനോട് പറഞ്ഞ് എന്നെ ഒന്ന് വീട്ടിലെത്തിക്കണം. അന്ന് എനിക്ക് വാഹനമില്ല. അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ ഞാൻ യാത്ര ചെയ്തു. 9:55 ഞാൻ പോർച്ചിലിറങ്ങി. എൻ്റെ ഭാര്യ വാതിൽ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു, മത്തായി കുഞ്ഞെന്തിയെ? അവൻ ഉറങ്ങി. കൃത്യം 9:30 വരെ അച്ചാച്ചനെ കാത്തിരുന്നു. 9:30 അച്ചാച്ചൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പോയി കിടന്നു എന്ന് പറഞ്ഞു. കിടന്ന കുഞ്ഞിനെ ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ഭാഗം പിന്നെ തേടിയില്ല. വീണ്ടും ഒരു അരമണിക്കൂർ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അവനും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുമോൻ ഉറങ്ങി. അവനെ കൊണ്ടുപോയി എൻ്റെ പെങ്ങടെ മോൻ ചേട്ടൻ്റെ അടുത്ത് കിടത്തി. 10:30 മണിക്ക് എൻ്റെ ഭാര്യ ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കിയത് കുളിമുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. കുളിക്കുന്നതിന് മുമ്പ് മക്കൾ എങ്ങനെ കിടക്കുന്നു എന്നറിയട്ടെ എന്ന് പറഞ്ഞ് അവർ കിടക്കുന്ന മുറിയിൽ ചെന്ന് നോക്കി. എൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി. എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കാൽ വെളുത്തിരിക്കുന്നു. എന്താ ഇങ്ങനെ സംഭവിച്ചത്? അവൾ ഓടിച്ചെന്ന് തൊട്ട് നോക്കുമ്പോൾ കാലിന് നല്ല തണുപ്പാണ്. അവൾ കട്ടിൽ കയറി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നു. അവൾ എന്നെ ഉറക്കെ വിളിച്ചു, അച്ചാച്ച ഓടി വന്നേ, മോൻ എന്തോ കുഴപ്പം പറ്റിയല്ലോ. ഞാൻ ഓടിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കമിഴ്ന്ന് കിടക്കുന്ന കുട്ടിയുടെ പുറത്ത് എൻ്റെ വിരൽ കൊണ്ട് തട്ടി മോനെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ വിരലുകൾ എന്നോട് സംസാരിച്ച ഒരു സത്യമുണ്ട്. എൻ്റെ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നുവെന്ന്. ദൈവമക്കളെ, അവൻ ഉറങ്ങാൻ കിടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ അവൻ്റെ പ്രാണൻ എടുക്കപ്പെട്ടു പോയി. ഡോക്ടേഴ്സ് പറയുന്നു ഒരു പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചതാകാം. അല്ലെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ ഒന്ന് ചുമച്ചിട്ട് ഫ്ലൂയിഡ് ലങ്സിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചതാകാം. എന്തായാലും ആ കുഞ്ഞിനെ ഞാൻ വാരിയെടുത്തു. എൻ്റെ ഹൃദയം ഒരു നിമിഷം പിളർന്നു. ഞാൻ അസ്വസ്ഥനായി. ഒന്ന് നിലവിളിച്ചത് സത്യമാണ്. ഉടനെ പ്രിയപ്പെട്ടവരൊക്കെ വന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മരണം സ്ഥിരീകരിച്ചു. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു, എൻ്റെ മത്തായി കുഞ്ഞ് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പറന്നുപോയി. രാത്രി 12:45 മണിക്ക് ഞാൻ താമസിച്ചിരുന്ന വാടക വീടിൻ്റെ സ്വീകരണ മുറിയിൽ എൻ്റെ മകൻ്റെ മൃതദേഹം ഒരു കൊച്ചു ശവപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ 12 വൈദികരും 3000-ഓളം പുരുഷാരവും ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. എങ്ങനെ അച്ഛൻ പ്രതികരിക്കുമെന്ന് കാണാൻ. എൻ്റെ മകൻ
മകൻ്റെ ശവപ്പെട്ടിക്ക് അടുത്ത് ചെന്ന് നിന്നിട്ട് ഞാൻ അവൻ്റെ നെറുകേലിൻ്റെ വിരൽ ഓടിച്ചിട്ട് അവനോട് ചുംബനം കൊടുത്തിട്ട് എൻ്റെ മകൻ്റെ പെട്ടിക്കടുത്ത് നിന്ന് പാട്ടുപാടാൻ തുടങ്ങിയ അപ്പന. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന് കൊച്ചു കുഞ്ഞു ഉപദേശി പാടിയതുപോലെ ഞാനും പാടി. കൂടെ പാടാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല, കാരണം എല്ലാവരുടെയും ചുണ്ടുകൾ വിതുമ്പുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ പാട്ട് പാടിയിട്ട് ഞാൻ എൻ്റെ മകൻ്റെ പെട്ടിക്കടുത്ത് നിന്ന് എൻ്റെ മകൻ്റെ വേർപാടിൽ ഭാരപ്പെട്ട് കടന്നു വന്ന ജനത്തെയും പുരോഹിതന്മാരെയും ആശ്വസിപ്പിച്ച് പ്രസംഗിച്ചു. സ്വന്തം മകൻ്റെ ശവപ്പെട്ടിക്കടുത്ത് നിന്ന് 111 പാട്ട് ഉറക്കപ്പാടിയ അപ്പനാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. സ്വന്തം മകൻ്റെ ശവപ്പെട്ടിക്കടുത്ത് നിന്ന് 3 പ്രാവശ്യമായി 1.5 മണിക്കൂർ മകനു വേണ്ടി ചരമപ്രസംഗം പറഞ്ഞ് കൂടി വന്ന ജനത്തെ ആശ്വസിപ്പിച്ച അപ്പനാണ് ഈ നിൽക്കുന്നത്. ദൈവമക്കളെ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ പതറിപ്പോയവനല്ല, പ്രതിസന്ധിയെ ആനന്ദമാക്കി മാറ്റിയവനാണ്. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുമോ? ഈ കുഞ്ഞിന്റെ വേർപാടിൽ അച്ഛൻ എത്രമാത്രം അസ്വസ്ഥനായിരിക്കും, അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ആകെ വിഷണ്ണരായി കടന്നു വന്ന വൈദികർ, 100 കണക്കിന് വൈദികരും 10,000 പുരുഷാരവും വന്നു നിന്നപ്പോൾ അവരെ ആശ്വസിപ്പിച്ച് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചത് ഈ നാവുകളാണ്. അവസാനം ചില അച്ഛന്മാരെന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല, എന്താണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ രുചിച്ചറിഞ്ഞവനാണ്, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ എത്തിക്കുന്നു. എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുകയല്ല ഉണ്ടായത്. അവൻ ലാഭമായ സ്ഥലത്തേക്ക് പോയി. അവൻ എന്നെ തോൽപ്പിച്ച് എനിക്ക് മുമ്പ് പർദീസായിൽ കയറി ഇരിപ്പുറപ്പിച്ചു. എൻ്റെ കർത്താവിനെ അവൻ മുഖാമുഖം കാണുകയാണ്. ഇന്ന് എൻ്റെ കുഞ്ഞ് ഏറെ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഞാനും ഭാഗ്യവാനാണ്. പോസിറ്റീവായി മാത്രം ചിന്തിക്കണമെന്ന് എല്ലാവരോടും പറയുന്ന എനിക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ആ സമയത്ത് ദൈവം കൃപ തന്നു. പ്രിയപ്പെട്ടവർ, ഇന്നും ബലത്തോടെ അച്ഛൻ നിൽക്കുകയാണ്. 3 വർഷം പിന്നിട്ടു എൻ്റെ കുഞ്ഞ് പർദീസായിലേക്ക് മാറ്റപ്പെട്ടിട്ട്. എൻ്റെ മകൻ ഇന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവൻ ദൈവസന്നിധിയിൽ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം പറഞ്ഞ ഓരോ പ്രസംഗത്തിനും 1000 നാവിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ നിങ്ങളുമെന്ന് അനുഭവിക്കുകയാണ്. ഞാൻ ഇനി ഒരു കാര്യം എനിക്കറിയാം, ഞാൻ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മത്തായി കുഞ്ഞ് പർദീസായിൽ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ദൈവം ചോദിക്കും, യേശു ചോദിക്കും, മോനെ, നീ എന്തിനാണ് എണീറ്റ് നിന്നത്? കർത്താവേ, എൻ്റെ അച്ചാച്ചൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത് അവിടുന്ന് കണ്ടോ? ഞാൻ കണ്ടല്ലോ മോനെ. കൃപ കൊടുക്കണമെന്നൊരു വാക്ക്, അവൻ്റെ മധ്യസ്ഥത വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്നത്. മൂഢത്വം പറയാനല്ല അച്ഛൻ വന്നത്, അനുഭവം പറയാനാണ് വന്നത്. അതുകൊണ്ടാണ് ഈ വചനത്തിന് മൂർച്ചയേറുന്നത്. നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തെ രുചിച്ചറിഞ്ഞ കർത്താവിൻ്റെ മക്കൾ കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ നിന്ന് ഊറി ഊറി ചിരിക്കും. അച്ഛൻ ഉല്ലാസവാനായി സംസാരിക്കുമ്പോൾ, നൃത്തം ചെയ്ത് സംസാരിക്കുമ്പോൾ, എല്ലാവരെയും പോസിറ്റീവായി ചിന്തിപ്പിക്കുമ്പോൾ, ജീവിതത്തിൽ ക്ലേശങ്ങൾ സഹിക്കാതെ വന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും നിലച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പലരും പേറുന്നതിൻ്റെ 1000 മടങ്ങ് വേദന ജീവിതത്തിൽ പേറേണ്ടി വന്നപ്പോഴും പുഞ്ചിരി മായാത്ത മുഖവുമായി നിന്നതാണ് ഈ അച്ഛൻ. 13-ാം തീയതി, സെപ്റ്റംബർ 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 മണിക്ക് എൻ്റെ പൊന്നുമോൻ്റെ മൃതദേഹം കല്ലറയിൽ ഇറക്കുമ്പോൾ 10,000 പുരുഷാരം മുഖം പൊത്തിപ്പിടിച്ച് വിതുമ്പിക്കരയുമ്പോൾ ഈ കുഴിയിലേക്ക്, ഈ പെട്ടിയിലേക്ക് അല്പം മണ്ണ് വാരി നുള്ളിയിട്ട പുരോഹിതൻ വിതുമ്പിക്കൊണ്ട് കണ്ണു തുടച്ചപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വീഴാതെ ആ കല്ലറയ്ക്ക് അരികത്ത് നിന്ന ഒരു മനുഷ്യൻ ഞാൻ മാത്രമായിരുന്നെങ്കിൽ എൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയത് കൊണ്ടല്ല, എൻ്റെ ദൈവം എല്ലാം കാണുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അച്ഛൻ പ്രസംഗിക്കുന്നത് രുചിച്ചറിഞ്ഞ ദൈവത്തെയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകപ്രകാരം സന്തോഷിക്കുന്ന ദൈവമക്കൾ പ്രതിസന്ധിയുടെ നാളുകളിൽ കരയുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുന്നവർ പ്രതിസന്ധിയുടെ നാളുകളിലും ചിരിക്കും. ആമേൻ, ആമേൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാളുകളിലും ചിരിക്കും. കർത്താവ് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ എല്ലാ കാലവും ചിരിക്കും. എൻ്റെ കണ്ണുകൾ നിറയാതിരിപ്പാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ആനന്ദം ധാരാളമാകുന്നു. നിങ്ങൾ തിരിച്ചറിയുക, ഈ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സന്തോഷം കൊണ്ട് നിറയട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ആവർത്തിച്ച് പറയുന്നു, സന്തോഷിക്കേണ്ടത് ഈ ജഡപരമായ വിഷയങ്ങളിലല്ല, യേശു ക്രിസ്തുവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ സന്തോഷിക്കണം. അങ്ങനെയുള്ള ഒരു ദൈവവൈതൽ ജീവിതത്തിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. എത്ര വലിയ പ്രാതികൂല്യം വന്നാലും അവർ ചിരിക്കും. കഷ്ടപ്പാടിന്റെ മധ്യത്തിലും ഞെരുക്കത്തിന്റെ മധ്യത്തിലും അവർ ചിരിക്കും. ഇങ്ങനെ ചിരിക്കാൻ ഇടവരണമെങ്കിൽ യേശുക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തണം. അല്ല, ജഡത്തിൽ സന്തോഷം കണ്ടെത്തിയ ദൈവമക്കൾ കരയേണ്ടി വരും. ആമേൻ. സോളമൻ എന്തുകൊണ്ട് നിരാശപ്പെട്ടു? ഒന്നാമത്തെ ഉത്തരം, ഇത്തിരി വെള്ളം കിട്ടണമായിരുന്നു. അതെ, പണ്ടൊരു രാജാവ് കല്യാണം കഴിച്ച് 5-6 കൊല്ലമായിട്ട് മക്കളുണ്ടാവണില്ല. ആകെ പ്രശ്നമായി. അപ്പോൾ മന്ത്രി ചോദിച്ചു, രാജാവേ, ഇനി രാജ്യത്തിന് അനന്തരാവകാശി ഇല്ലല്ലോ എന്ന്. അപ്പോൾ എന്താ മന്ത്രി ചെയ്യാൻ ചോദിച്ചു. ഒരു കല്യാണം കൂടി കഴിക്കുക, രാജ്ഞിക്ക് മക്കളുണ്ടാവില്ലല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് വിരോധമില്ല, പക്ഷേ നിലവിലുള്ള രാജ്ഞിയുടെ അനുവാദം വാങ്ങണം എന്ന് പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു മന്ത്രി പോയിട്ട് മഹാറാണി ക്ഷമിക്കണം, ഇങ്ങനെ ഒരു കാര്യം പറയാൻ വന്നതാണ്, രാജാവിന് മക്കളില്ല, രാജ്യത്തിന് അനന്തരാവകാശം ഇല്ല, അതുകൊണ്ടൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ റാണി പറഞ്ഞു, കല്യാണം കഴിക്കണതിന് വിരോധമൊന്നുമില്ല, ഇനി കല്യാണം കഴിക്കുമ്പോഴെങ്കിലും രാജാവും റാണി ഒരു കൊട്ടാരത്തിൽ താമസിക്കാൻ പറയണം, എങ്കിലും മക്കളുണ്ടാവുള്ളൂ എന്നും കൂടെ പറയണമെന്ന്. വെള്ളം അവിടെ ഇരുന്ന എൻ്റെ ദാഹം മാറുമോ?
അല്ല, ഇത് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവരാൻ സമയം പിടിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്ര നേരം കൊണ്ടൊരു കാര്യം പറയാലോ. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മൂടാകെ തെറ്റിയിരിക്കുക, മൂഡിലേക്കൊന്ന് വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് സോളമൻ നിരാശപ്പെട്ടു. 2 കാരണം ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്ന് ഏറ്റുപറഞ്ഞേ. 1, ഓക്കെ, അത് ഇവർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ഇവർക്ക് മനസ്സിലായിട്ടില്ല. 2, നമ്മളിപ്പോൾ ശലോമോൻ്റെ പക്ഷത്താണോ? ഇതുവരെയുള്ള കണക്കൂട്ടലനുസരിച്ച് മിണ്ടുന്നില്ല ആരും. ശലോമോൻ്റെ പക്ഷത്തല്ലേ ആയിരുന്നു? മാറിയോ? ഇത്ര പെട്ടെന്നോ? അതിനൊന്നും സമയമായിട്ടില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ ഇത് കുറേ കണ്ടതല്ലേ. 16 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്, 17 കൊല്ലമായി. പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ട് സോളമൻ നിരാശപ്പെട്ടു? അതിൻ്റെ 3ാമത്തെ കാരണമാണ് പറയാൻ പോകുന്നത്. ദൈവത്തെ സ്വന്തമാക്കാതെ ലോകത്തുള്ളതെല്ലാം സ്വന്തമാക്കി. ആമേൻ. ദൈവത്തെ സ്വന്തമാക്കാതെ ലോകത്തുള്ളതെല്ലാം സ്വന്തമാക്കി. അതാണ് സോളമൻ നിരാശപ്പെട്ടതിന്റെ 3ാമത്തെ കാരണം. സോളമൻ എന്തൊക്കെ സ്വന്തമാക്കി നമുക്ക് വേദപുസ്തകം നോക്കി വായിക്കാം. സഭാപ്രസംഗി 2 3 മുതലുള്ള വാക്യങ്ങൾ, 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന് തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരൂശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ഞാൻ ഒഴുവനിൽ ഉറച്ചു നിന്നു. ദൈവമക്കളെ, സോളമൻ ഒരു വലിയ സമ്പന്നനായിരുന്നു. നേടാവുന്നതെല്ലാം നേടി. പൊന്ന്, പണം, സ്ത്രീരത്നങ്ങൾ, കൊട്ടാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, ചന്ദന കട്ടിലുകൾ, വീഞ്ഞ്, മദ്യം, ദാസന്മാർ, ദാസികൾ, എക്സെട്ര എക്സെട്ര, എന്തൊക്കെ സ്വന്തമാക്കാവോ അത് മുഴുവനും സോളമൻ സ്വന്തമാക്കി. ലോകപ്രകാരം നേടാവുന്നതൊക്കെ നേടി, പക്ഷെ നേടേണ്ടവനെ നേടാൻ മറന്നു. ഹല്ലേലൂയ. ലോകപ്രകാരം നേടാവുന്നതെല്ലാം നേടി, പക്ഷെ നേടേണ്ടവനെ നേടാൻ മറന്നു. ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന ആളുകളുടെ കഥ എന്താ എന്താ എന്താ? വാങ്ങാവുന്നതൊക്കെ വാങ്ങുക, വാരാവുന്നതൊക്കെ വാരുക, സമ്പാദിക്കാവുന്നതൊക്കെ സമ്പാദിക്കുക. ദൈവത്തെ സ്വന്തമാക്കിയിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി കൊടുപ്പാൻ നമുക്ക് നേരമുണ്ടോ? ദൈവത്തിന് വേണ്ടി ഒരു ദിവസം നമ്മൾ എത്ര സമയം മാറ്റിവെക്കും? സമ്പത്തുണ്ടാക്കാൻ എത്ര സമയം മാറ്റിവെക്കും? ലാഭം കിട്ടാവുന്ന എന്തെങ്കിലും ഒരു പണിക്കാണെങ്കിൽ എത്ര സമയം മാറ്റിവെക്കും? ഇന്ന് ഈ പള്ളിയിൽ കൺവെൻഷൻ യോഗത്തിന് വരുന്ന എല്ലാവർക്കും തിരിച്ചു പോകുമ്പോൾ 1000-ന്റെ ഓരോ നോട്ട് വീതം കൊടുക്കുമെന്ന് നോട്ടീസിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കഥ? നിങ്ങളിപ്പോൾ അകത്തായിരിക്കോ പുറത്തായിരിക്കോ? അങ്ങനെയൊരു സംഭവം നോട്ടീസിലുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ചവിട്ടി പുറത്താക്കിയിട്ട് വരുമായിരുന്നു. ലാഭമുള്ള ഏത് പരിപാടിക്കും നമ്മൾ എവിടെയുണ്ട്? മുമ്പിലുണ്ട്. ഇടികൂടാൻ നിങ്ങളും ഉണ്ടാവും, ഉറപ്പാ, വെറുതെ പറയണ്ട. എൻ്റെ പ്രിയപ്പെട്ടവര്, ഇന്ത്യയിൽ അത്രയും വലിയ നോട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആയിരുന്നു പറഞ്ഞത്. അതിലും വലിയ നോട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേനെ. വെറുതെ കഴിക്കുമോ അത് കിട്ടാന്ന് വെച്ചാൽ എല്ലാ ദിവസവും യോഗത്തിന് പോയാൽ 3 ദിവസം 3000 രൂപ. ഒരു മാസം ശമ്പളയില്ലേ? പരമസുഖം. എന്തായാലും ജനം പോവും. ലാഭം ഇത് മാത്രമാണ് ഈ തലമുറയുടെ ഒരൊറ്റ ലക്ഷ്യം. സമ്പാദിക്കണം, സമ്പാദിക്കണം, സമ്പാദിക്കണം. നേടാവുന്നതെല്ലാം നേടി, പക്ഷെ നേടേണ്ടവനെ നേടാൻ മറന്നുപോയി. ആധുനിക ലോകത്തെ മനുഷ്യന്റെ കഥയും ഇത് തന്നെയാണ്. ദ്രവ്യാഗ്രഹത്തോടും ആഡംബര ആസക്തികളോടും കൂടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാൻ, സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് ഈ ലോകത്തെ മനുഷ്യർ. പക്ഷെ അവർ ദൈവത്തെ സമ്പാദിക്കാൻ മറന്നുപോയി. ബാങ്കിൽ എത്ര ലക്ഷം ബാലൻസ് ഉണ്ട്? കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ നീ നിന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ബാങ്കിൽ ഇപ്പോൾ എത്ര ലക്ഷം ബാലൻസ് ഉണ്ട്? കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ടോ?
ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ ഒരു വാക്ക് മറക്കണ്ട. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ അവൻ സകലവും നിനക്ക് ദാനമായിട്ട് തരും. യെസ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവത്തെ കൂടാതെ മുന്നോട്ടൊരു ചുവട് വയ്ക്കല്ലേ. യേശു അത് അടിവരയിട്ട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്തു നോക്ക്, അപ്പോഴറിയാം നീ തോറ്റുപോകും. ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ ചുവട് വയ്ക്കരുത്, അത് നാശമാണ്. ഈ തലമുറ അത് അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് കർത്താവാണ്. കർത്താവിന് സ്വന്തമാക്കാത്തവൻ ലോകത്ത് എന്തൊക്കെ സ്വന്തമാക്കിയാലും അത് അവന് കണ്ണുനീരായി മാറും. ദൈവമക്കളെ, ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു ക്രിസ്തു പറയുന്നത് എന്താ? സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ലൂക്കോസ് 12:15, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് ധനസമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. ഒരുവൻ എത്ര ധനസമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. എന്നിട്ട് യേശു അതിന്റെ താഴെ ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഗോതമ്പ് വയൽ നന്നായിട്ട് വിളഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ നിലവിലുള്ള പാണ്ടികശാലയിൽ പത്തായത്തിൽ ഇത് കൂട്ടിവെക്കാൻ സ്ഥലമില്ല. ഒരാണ്ടത്തേക്കുള്ളത് കൂട്ടിവെക്കാൻ നിലവിലുള്ള പത്തായം മതി. പക്ഷെ അവനത് പോരാ എന്ന് തോന്നി. ഇഷ്ടം പോലെ വിളവുണ്ടല്ലോ. അവൻ പാണ്ടികശാല പൊളിച്ചു, 4 മടങ്ങ് വലുതൊരെണ്ണം പണിതു. ഈ കൊയ്ത് കൂട്ടിയ ഗോതമ്പ് മുഴുവനും ഈ പാണ്ടികശാലയിൽ കൂട്ടിവെച്ചു. എന്നിട്ട് അവൻ മലർന്ന് കിടന്നു. അവനോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, 4 ആണ്ടത്തേക്കുള്ളതായല്ലോ. ആ രാത്രി ദൈവം അവനെ വിളിച്ചു, പേര് ചൊല്ലി വിളിച്ചു, മൂഢാ. ആ പേര് നമുക്ക് ചേരൂല്ലേ? മിണ്ടരുത്. മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആരനുഭവിക്കും? ആ രാത്രി അവൻ മരിച്ചുപോയി. എന്നിട്ട് യേശു ഒരടിക്കുറിപ്പ് കൂടെ എഴുതി. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പാദിക്കുന്നവന്റെ കഥ ഇതാകുന്നു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പാദിക്കുന്നവന്റെ കഥ ഇതാകുന്നു. എന്താ കഥ? ആ രാത്രി ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കും, മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണൻ ഞാൻ എടുക്കും. ഇന്ന് രാത്രി ആ വിളി കേൾക്കാൻ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? വിളിക്കും. ഇന്ന് തന്നെ സ്വപ്നം കാണുന്ന ഒരു പെട്ടി പറ്റില്ല എന്ന് പറയണ്ട. ദൈവമക്കളെ, എപ്പോഴും അത് വരാം. മരണമായി പടിവാതിക്കൽ നിൽക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ പോയാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് മരവിച്ചു പോകും. എനിക്കൊരു വിരോധമില്ല. ഇപ്പോഴാണ് ഈ 3 മേലിൻ്റെ സൗകര്യമുണ്ട്. ഒരച്ഛൻ വേറെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ സൂക്ഷ്മതയോടെ വിലയിരുത്തിക്കൊള്ളണം. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ശൈലി കണ്ടാൽ തോന്നും ലോകമേ തറവാട്. സമ്പാദിക്കുക. ആരെ ചതിച്ചിട്ടായാലും, കുതികാൽ വെട്ടിയായാലും, ചേട്ടനെ കൊന്നിട്ടായാലും, അനിയന്റെ ചോര കുടിച്ചിട്ടായാലും, അപ്പനെ വെട്ടി കീറിയിട്ടായാലും സമ്പാദിക്കുക. ദൈവമക്കളെ, ലോകത്ത് ധനമേറെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? അത് കണ്ണുനീരായി മാറും. ഹല്ലേലൂയ. ഏറെ സമ്പാദിച്ചവർ ഏറെ കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ കണ്ടിട്ടുണ്ട്. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ 12 കൊല്ലം മുമ്പ് ഞാനൊരു രോഗിയെ കാണാൻ പോയി. പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിലാണ്. ദൈവമക്കളെ, ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യനെ കണ്ട് അമ്പരപ്പോടെ ഞാൻ നിന്നുപോയി. എന്താ കഥ? 2 കാലും 1 കൈയും തലയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഇതെല്ലാം കെട്ടിത്തൂക്കി വെച്ചേക്കുക. ഈ മനുഷ്യന്റെ അടുത്തേക്ക് മാറി നിന്ന് ഞാൻ ഇങ്ങനെ ചിരിച്ചു. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എന്തെങ്കിലും അനർത്ഥം കണ്ടാൽ എനിക്ക് ചിരി വരും. നിങ്ങളാണെങ്കിൽ അവിടെ നിന്ന് അയ്യോവാവോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. രോഗിയെ കാണാൻ പോയാൽ ചിരിക്കണം. രോഗിയെ കാണുമ്പോഴേ അയ്യോ നിനക്ക് എന്നതാ മോനെ പറ്റിയേ, നീ ഇപ്പം മരിച്ചു പോകൂലടാന്ന് പറഞ്ഞു. രോഗി ഒരു രോഗമില്ലെങ്കിൽ ഇത് കണ്ട അപ്പം തന്നെ പേടിച്ചു വത്തു. രോഗിയെ കാണുമ്പോൾ ചിരിക്കണം. അതൊരു സൈക്കോളജിയാണ്. ഞാൻ അവിടെ പോയി നിന്ന് ചിരിച്ചപ്പോൾ ഈ കിടക്കണ മനുഷ്യൻ എന്നോട് ചോദിക്കുക, എൻ്റെ അച്ഛൻ ഇതുപോലെ കിടക്കുന്ന മനുഷ്യനെ കണ്ട് ചിരിക്കണേ എന്താ, അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത, ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ട് ഇതുപോലത്തെ ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുപോലത്തെ ഒരു മനുഷ്യനെ 2 കാലും 1 കൈയും തലയും പ്ലാസ്റ്റർ ഇട്ട് എന്നിട്ട് ഞാൻ അടുത്ത് ചെന്നിരുന്നു. നെഞ്ചിൽ ഇങ്ങനെ തലോടി. ഇത് എങ്ങനെയാ പറ്റിയെന്ന് ചോദിച്ചു. അത് പറ്റി. അല്ല, ഇത് എങ്ങനെയാ പറ്റിയെന്ന് പറ. അത് പറ്റി. അല്ല പക്ഷേ ഈ കയ്യും കാലും ഒക്കെ ഇങ്ങനെ പ്ലാസ്റ്ററിൽ കയറിയത് എങ്ങനെയാ? അത് പറ്റി. അപ്പച്ചൻ കരഞ്ഞോണ്ടാണ് ഇത് പറയുന്നത്. എന്തിനാ ഇത് മറച്ചു പിടിക്കുന്നത്? എന്നോടങ്ങ് സത്യം പറ. ഞാനൊരു അച്ഛനല്ലേ. കണ്ണങ്ങ് നിറഞ്ഞൊഴുകി. അച്ഛനോട് ഞാൻ പറയാം, അച്ചു 35 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഞാനിവിടെ കുടിയേറി പാർത്തതാണ്. ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് കുടിയേറി പാർത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുംബൈയിലേക്ക് കുറേ ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട്.
കുറേ കള്ളന്മാരിവിടെ വന്നിട്ടുണ്ട്, രക്ഷപ്പെടില്ല, ഉറപ്പാ. എന്തിനാ കൊച്ചമ്മ അയ്യോ എന്ന് വെച്ചത്? ഇന്ന് രാത്രി തന്നെ അച്ഛനെ ആരെയും കൊല്ലുമെന്ന് ഓർത്ത് കൊച്ചമ്മ അയ്യോ എന്ന്. എന്നെ ആരും ഒന്നും ചെയ്യില്ല, ദൈവം കൽപ്പിച്ചതാണ് അച്ഛൻ സംസാരിക്കുന്നത്. ദൈവമക്കളെ കേട്ടെ, ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ ഞാൻ 35 കൊല്ലം മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ഈ മലബാറിൽ കുടിയേറി പാർത്തതാ. ഈ 35 കൊല്ലം രാത്രിയും പകലും നിലാവിളിച്ചെത്ത് ഞാൻ പണിയെടുത്തച്ച 39 ഏക്കർ സ്ഥലം സമ്പാദിച്ചു. അതിനകത്ത് ഇരുട്ട, അതുപോലെ ഞാൻ ആദായം പിടിപ്പിച്ചു. നട്ടുച്ചയ്ക്ക് അതിനകത്ത് കയറി ചെന്നാലും ഇരുട്ട, അതുപോലെ പറമ്പിൽ ഞാൻ ആദായം പിടിപ്പിച്ചു. അച്ഛാ 4 ദിവസം മുമ്പ് ഞാൻ എൻ്റെ 3 ആമക്കൾക്ക് ഈ സത്ത് പങ്കിട്ട് കൊടുക്കാനിരുന്നതാ. 3 ആമക്കൾ. ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് അവന്മാർക്ക് സമ്മതമില്ല ചോ. അത് കഴിഞ്ഞ് അവർ ഓരോരുത്തരും ഓരോ എഗ്രിമെൻ്റ് ഉണ്ടെന്ന് ആർക്കും സമ്മതമില്ല. അവസാനം അവന്മാർ തമ്മിൽ വാഗ്വാദം മൂത്ത് കയ്യാങ്കളിയായി, അടിമുറുകി. അച്ഛാ ഒരുത്തൻ മഴുവിൻ്റെ കൈയും കൊണ്ട് മറ്റവൻ്റെ തലക്കെട്ട് അടിക്കാൻ പോയപ്പോൾ ഞാൻ തടുക്കാൻ പോയത്, അച്ഛാ ഒരു കൈ ഒടിഞ്ഞു തൂങ്ങി. രണ്ടാമൻ തൂമ്പയുടെ കൈ കൊണ്ട് അടിക്കാൻ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയത്, അച്ഛാ അവൻ്റെ അടി സ്ഥാനം തെറ്റിക്കൊണ്ടത് എൻ്റെ വലത്തേക്കാലല്ല ഒടിഞ്ഞു. 3-ാമത്തെ അടി വന്നപ്പോൾ ഞാൻ കയറി നിന്നപ്പോൾ കൊണ്ടത് എൻ്റെ ഇടത്തെ കാലയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരടി തലയ്ക്കോട്ട് കൊണ്ട് ആരടിച്ചെന്ന് ഞാൻ കണ്ടില്ല. അച്ഛാ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ 4-ാമതൊരു മോനെ ജനിപ്പിക്കാൻ തോന്നാതെ പോയതുകൊണ്ട് ഒരു കൈ മെച്ചമുണ്ട്. അച്ഛൻ നിങ്ങൾ ചിരിക്കും, സീരിയസ്നെസ് നിങ്ങൾ വായിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമ്പാദിച്ച് അപ്പൻ കൊടുക്കാനായിട്ടിയേ കൈ നീട്ടി. ഇത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. ഏറെ സമ്പാദിക്കുന്നവർ ഏറെ കരയേണ്ടി വരും, അതിന് തർക്കമൊന്നുമില്ല. നിരാശ തന്നെ ഫലം. ഈ ലോകത്ത് ഒരുപാട് ധനം സമ്പാദിച്ചവർ ആരെങ്കിലും അതും കൊണ്ട് പോയിട്ടുണ്ടോ? ഒരിക്കലും പോയിട്ടില്ല, പോകാൻ ഒക്കുകയുമില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരാളായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. മഹാനായ അലക്സാണ്ടർ BC 4-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ കീഴടക്കി. ഈ ഭാരതത്തിന്റെ അതിരുവരെ വന്നു. അയാൾ അവിടെ വന്ന് നിന്നിട്ട് അവസാനം നിലവിളിച്ചെന്ന്, ഇനി എനിക്ക് വെട്ടിപ്പിടിക്കാൻ രാജ്യങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരതത്തിന്റെ അതിരിങ്കൽ വന്ന് നിന്ന് നിലവിളിച്ച മനുഷ്യനാ. പക്ഷെ 33-ാമത്തെ വയസ്സിൽ കാറ്റുപോയി. 33-ാമത്തെ വയസ്സിൽ രോഗശയ്യയിൽ മരണാസന്നനായി കിടക്കുമ്പോ മഹാനായ അലക്സാണ്ടർ തന്റെ സ്നേഹിതനെ വിളിച്ച് പറഞ്ഞു, സുഹൃത്തെ ഞാൻ മരിക്കും, മരിച്ചിട്ട് എന്റെ ശവമഞ്ചാൻ റോമാ പട്ടണത്തിന് തെരുവീതിയിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ 2 കൈകളും പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കണം, ലോകം കാണട്ടെ. ഞാൻ ഈ ലോകത്ത് ഏറെ സമ്പാദിച്ചെങ്കിലും വെറും കൈയോടെയാണ് പോകുന്നതെന്ന്. അതെ, ലോകം വിട്ട് പോകുന്നവരൊക്കെ വെറും കൈയോടെ പോകേണ്ടി വരും. ആരും ഒന്നും കൊണ്ടുപോകയില്ല. ഈയോബ് എന്താ പറഞ്ഞത്? നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടൊന്നു പോരുവാൻ. സത്യം, നഗ്നനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ഒന്നും കൊണ്ടുപോകാനില്ല. വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോയി. ജനിച്ച് വീണപ്പോ കൊച്ചു 2 കൈയും ചുരുട്ടി പിടിച്ചിട്ട് പറയണെന്ന്, ലോകം മുഴുവനെ എൻ്റെ ഉള്ളേ, ഇത് മുഴുവൻ എനിക്ക് വേണം, ലോകം മുഴുവൻ എൻ്റെ ഉള്ളേ. അങ്ങനെയല്ല എല്ലാവരും വന്നേ. പോയപ്പോ എല്ലാം കൊണ്ടുപോയോ? ഈ കൊച്ചിന്റെ കൈയൊന്ന് വിടർത്താൻ ആരെങ്കിലും നോക്കിയാൽ വിടർത്താൻ പറ്റുമോ? അതുപോലത്തെ പിടുത്താ പിടിച്ചേക്കണേ. ജനിച്ച് വീണപ്പോഴേ. അതിന് കാരണന്മാരുടെ സ്വഭാവമല്ലേ പിള്ളേർക്ക് ഉണ്ടാവുള്ളൂ. ഈ ലോകം മുഴുവൻ എൻ്റെയാ ഉള്ളേ. ആരായി തന്നെ ഇത് പിടിച്ചു പറിക്കണമെന്നാ ചോദ്യം. ദൈവമക്കളെ, തിരിച്ചു പോയപ്പോൾ വല്ലതും കൊണ്ടുപോയോ? ഒന്നും കൊണ്ടുപോയില്ല. ഇവിടെ ചിലരൊക്കെ മനോഹരമായ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കുകയാണ്. മുംബൈയിൽ വിലപിടിപ്പുള്ള ഫ്ലാറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ആളുകളുണ്ട്. ദൈവമക്കളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനകത്ത് സ്ഥിരം താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ വിട്ടിട്ട് പോകണമല്ലോ. കെട്ടിയ വീടും നീലം പോരുളും കണ്ടിടുമോറ്റോ രുടയവരും. കെട്ടിയ വീടും നീലം പോരുളും കണ്ടിടുമോറ്റോ രുടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വേർപെടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ ലോകത്ത് എന്ത് സമ്പാദിച്ചാലും വിട്ടിട്ട്
പോണം. ഒന്നും കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. ആമേൻ. ചില ആൾക്കാരൊക്കെ നിലകൾ പൊക്കി പണിയുക. എത്ര വലിയ കൊട്ടാരങ്ങളാണ് പണിയണത്. ഈ മുംബൈയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 40 നല്ല ഫ്ലാറ്റൊക്കെ കാണുമെന്നാണ് തോന്നണത്. ചിലപ്പോൾ അതിലും വലുതുണ്ടാവും. പണിയാനേ അങ്ങോട്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര വലിയ കൊട്ടാരം പണിതാലും അതിനകത്ത് സ്ഥിരം കിടക്കാൻ പറ്റുമോ? പറന്ന് പറ്റുമോ? ഈ വീടിന് കാശ് ചിലവാക്കണതിന് മലയാളിയെ കണ്ടുപിടിക്കണം. അകത്തൊന്നുമില്ലെങ്കിലും പുറത്ത് കോടികൾ മുടക്കി അവൻ വലിയ ഫാഷൻ ഉണ്ടാക്കി വയ്ക്കും. കണ്ടാൽ വള്ളത്തിൻ്റെ മോഡലിലും രാജകൊട്ടാരത്തിൻ്റെ മോഡലിലും താജ്മഹലിൻ്റെ മോഡലിലും പണിയും. അകത്ത് താമസിക്കുന്ന ഒന്നാം തരം ശവങ്ങളാണ്. പുറം വളരെ മനോഹരമാണ്. താജ്മഹൽ ശവകുടീരല്ലേ? അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊട്ടാരം കെട്ടിപ്പൊക്കുന്നവർ, ഇതിനുവേണ്ടി പണം മുടക്കുന്നവർ, അഷ്ടിക്ക് വകയില്ലാത്ത പാവങ്ങൾ, അയൽക്കത്തെ വീട്ടിൽ കെട്ടുപ്രായം കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് അന്ധരെ പോലെ പണിയുകയാണ്. അതൊക്കെ പിന്നെ ഒരിക്കൽ പറയാം, അന്ധതയെക്കുറിച്ചൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവര്, ഈ കൊട്ടാരത്തിൽ സ്ഥിരം വാസിക്കാൻ പറ്റുമോ? കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു വരും. നീ 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ഉറപ്പല്ലേ? ഇന്ന് രാത്രി വന്നാൽ എന്തു പറയും? ടാറ്റ പറയും. മരണത്തോടല്ല, ലോകത്തോട്. ആമേൻ. ഇന്ന് രാത്രി മരണദൂതൻ വന്നാൽ പോണ്ടേ? പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാ പുള്ളി വരണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഔചിത്യ ബോധമില്ലാത്ത കോമാളി ഏത് നിമിഷവും പടി കടന്നെത്താം. ഒരാൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ പുള്ളി അടുത്ത് വന്ന് നിൽക്കും. വലതു പാർശ്വത്ത് തൊട്ട് പുറകിൽ തിരിഞ്ഞു നോക്കി നിപ്പുണ്ട് കണ്ണൻ. മരണം കൊണ്ടുപോകാൻ വന്നതാണ്. ആജ്ഞ കിട്ടുന്ന സെക്കൻഡിൽ കൈ പൊക്കി ചുമലിലേക്ക് വെക്കും. ഐസിന്റെ തണുപ്പാണ്. ആരാ? വിഷമിക്കണ്ട, ഞാനാ നിന്റെ സുഹൃത്തോ? അതാരാ? അത് നിനക്കറിയാന്നേ. നീ ജനിച്ചപ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ പേര് മരണം. അപ്പോഴാണ് നമുക്ക് ആളെ മനസ്സിലായത്. പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിശീഘ്രം പോകണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും ലോകത്ത് സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. അത് വേറൊരു ടോപ്പിക്കിൽ വരുന്നതാണ്. അത് ഈ സന്ദർശനത്തിൽ പറയില്ല. ഇനി നിങ്ങൾ വിളിക്കില്ല എന്ന് എനിക്കറിയാം. അഥവാ വിളിച്ചാൽ അന്ന് എല്ലാവരും കൊന്നു കുഴിച്ചിട്ടേ പോകണുള്ളൂ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ലോകത്ത് എന്ത് സമ്പാദിച്ചാലും വിട്ടിട്ട് പോകണം. വേണ്ടേ? മരണം അടുത്തുണ്ട് നിശ്ചയം. ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഈഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ. പോണ്ടേ? ഈ ലോകം വിട്ടു പോകണം. പോയേ മതിയാകൂ. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കൂത്താട്ടുകുളങ്കാരിയായ സുപ്രസിദ്ധ കവയത്രി മേരി ജോൺ തോട്ടം ഈ ലോക ജീവിതം വ്യർത്ഥമെന്ന് കണ്ട് സന്യാസം സ്വീകരിച്ച് യാത്രാമൊഴി എന്ന് കവിത പാടിയപ്പോൾ അതിൽ പറഞ്ഞു വെച്ച വരികളാണ് ഇപ്പോഴച്ഛൻ പാടി കേൾപ്പിച്ചത്. അതെ, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു തിരിക്കണം. വിസമ്മതങ്ങളൊന്നും ഫലമാവില്ല. എല്ലാവരും വെറും കയ്യോടെ പോകണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നീതിസാരത്തിൽ നിന്നൊരു ശ്ലോകം ഉച്ചരിക്കാം. അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഃ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തമനുഗച്ഛതി. മനസ്സിലായോ? മലയാളം പോലും അറിയില്ല, പിന്നെ സംസ്കൃതം. മറാഠി പഠിച്ചില്ല ഇവിടെ വന്നിട്ട്. മറാഠിയും സംസ്കൃതവും ഭയങ്കര അറ്റാച്ച്മെന്റിലാന്ന് ഇന്ന് ഞാൻ കേട്ടു. എന്തേ ഇവിടെ വന്ന് കിടക്കണേ?
അർത്ഥാഗൃഹേ നിവർത്തന്തേ. മനുഷ്യ, നീ ധനം എത്ര സമ്പാദിച്ചാലും വീട്ടിൽ വെച്ച് അതിനോട് വിട പറയണം. ഒരു ചില്ലിക്കാശ് കൊണ്ടുപോകാൻ നിനക്ക് കഴിയില്ല. പറ്റുമോ? പറ്റില്ല. പണ്ടൊക്കെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പുത്തൻ തുണിയും കൊണ്ട് ശവക്കുപ്പായം തയ്പ്പിച്ച് അത് ധരിപ്പിച്ചാണ് വിട്ടിരുന്നത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാവില്ല. ഈ തലമുറയിൽ ഓർമ്മയുണ്ടാവില്ല. ശവക്കുപ്പായം അതൊരു വലിയ പ്രത്യാശയുടെ ഭാഗമായിരുന്നു. ശവക്കുപ്പായം എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. മാലാഖമാരുടെ വസ്ത്രമാണത്. ഈ ആൾ ഒരു ദിവസം പുനരുദ്ധാനം ചെയ്യും. അന്ന് മാലാഖമാരോടൊപ്പം മാലാഖയെപ്പോലെ നിൽക്കും. അങ്ങനെ യേശു പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രത്യാശയിൽ ഈ ആളെ മാലാഖമാരുടെ വസ്ത്രം ധരിപ്പിച്ച് വിട്ടിരുന്നു. അതിന്റെ പേരെ ശവക്കുപ്പായം. പുത്തൻ തുണി കൊണ്ട്, ശവക്കുപ്പായം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഒന്ന് പറഞ്ഞേക്കാം. കാലിന്റെ മുട്ടുവരെ എത്തുന്ന 2 വെള്ളക്കാലുറകൾ, കൈയുടെ മുട്ടുവരെ എത്തുന്ന 2 വെള്ള കൈയുറകൾ, കഴുത്തു മുതൽ കണങ്കാല് വരെ എത്തുന്നതായ ഒരു വെള്ള നിലയങ്കി, അരയ്ക്കൊരു കെട്ട്, തലയ്ക്ക് വെക്കാനൊരു തൊപ്പി, മൂടാനൊരു തൂവാല. ഇത്രയും ആയാൽ ശവക്കുപ്പായമായി. മാലാഖമാരുടെ വസ്ത്രം. ഈ ആള് പുനരുദ്ധാനം ചെയ്യുമ്പോൾ മാലാഖമാരോടൊപ്പം നൃത്തം ചെയ്യാനുള്ളതാണ്. ഈ പ്രത്യാശയുള്ളത് കൊണ്ട് അന്ന് ശവക്കുപ്പായം തയ്പ്പിച്ചു വിട്ടു. ഇന്ന് മക്കൾക്കറിയാം എങ്ങനെ വിട്ടാൽ ഈ പുള്ളി ഉയർത്തെഴുന്നേക്കില്ല. ഷാപ്പി കിടന്ന് ചത്തതാ. അതുകൊണ്ട് പഴം തുണി എടുത്തുകൊണ്ട് പോകാനാ ഇപ്പൊ യോഗം. തന്തയ്ക്കും അതെ, തള്ളയ്ക്കും അതെ. 1000 സാരി ഉണ്ടെങ്കിലും ഏറ്റവും പഴയത് മരുമോള് തരുള്ളൂ. ഉറപ്പാ. അതാ ഇന്നത്തെ ലോകം. എത്ര ജോഡി വസ്ത്രമുണ്ടെങ്കിലും ഏറ്റവും പഴയത് ഉടുപ്പിച്ചുകൊണ്ട് പോകാൻ ഇടാൻ മക്കൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഒരപ്പം മരിച്ചു കിടക്കുമ്പോൾ ഒരുത്തനൊരു പുത്തൻ മുണ്ടെടുത്തുകൊണ്ട് പോവാം. മറ്റവൻ പറഞ്ഞു, നിന്നെ ഇതവിടെ കൊണ്ടുപോവാ, അപ്പനെ ഉടുപ്പിക്കാൻ, നിനക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? നടന്ന കാലത്ത് ആ പുള്ളി നല്ല മുണ്ടെടുത്തുണ്ടോ, അത് ഉമ്മക്ക് കൊടുക്കടാ, ആ അപ്പനെ പഴം തുണി ഉടുപ്പിച്ചു വിടറാ. ഇത്രേ ഉണ്ടാവുള്ളൂ. പഴം തുണി ഉടുത്തോണ്ട് പോകണം. വെറും കയ്യോടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മരിച്ചാൽ ഉടനെ ചെയ്യണ ആദ്യത്തെ ക്രിയ എന്താ? കൈ രണ്ടും നെഞ്ചത്ത് ചേർത്ത് വയ്ക്കും, ഒരു കുരിശ് പിടിപ്പിക്കും. വിരൽ രണ്ടും കൂടെ കുരിശോട് കൂടെ കൂട്ടി അങ്ങോട്ട് കെട്ടും. കാല് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കാലിൻ്റെ പെരുവിരൽ കൂട്ടിക്കെട്ടും. താടിക്ക് 3ാമതൊരു കെട്ടുകൂടെ കെട്ടും. 3 കെട്ടുകളാൽ കെട്ടപ്പെട്ടവനായി 6 അടി നീളമുള്ള പെട്ടിക്കുള്ളിൽ അനങ്ങാതെ മലർന്നു കിടക്കുമ്പോൾ 6 പേർ ചേർന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നവൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഓ, എന്തിനാ ഈ 3 കെട്ട് കെട്ടണേ? ഇതുവരെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. 3 കെട്ട് കെട്ടണേ എന്തിനാണെന്നറിയോ? അച്ഛൻ പറയാം, കൈകൾ ചേർത്ത് കെട്ടുമ്പോൾ മക്കൾ പറയും, ദുഷ്ട, ഞങ്ങളുടെ അമ്മയുടെ കഴുത്തിന് പിടിച്ച് നീ ഒരുപാട് ഞെക്കിയതാ, ഞങ്ങളെ നീ ഒരുപാട് ഇടിച്ചതാ, ഒരുപാട് ഞങ്ങൾ കൊണ്ടതാ, ഇനി നിന്റെ കൈ അനക്കരുത്. ജീവനുള്ളപ്പോൾ കെട്ടാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കെട്ടിയാനെ. ഇപ്പം അത് മുറുക്കി കെട്ടിവെക്കുക. കാലിൻ്റെ പെരുവിരൽ കൂട്ടിക്കെട്ടുമ്പോൾ മക്കൾ പറയും, ഓ ദുഷ്ടൻ തന്തേ, നീ ഞങ്ങളുടെ അമ്മേനെ ഒരുപാട് ചവിട്ടിയതാ, ഞങ്ങൾ കുറെ തൊഴി കൊണ്ടതാ, ഇനി നിന്റെ കാൽ അനക്കരുത്. താടിക്ക് കെട്ടുമ്പോൾ മക്കൾ പറയണമെന്ന തെറി കേട്ട് കേട്ട് ഞങ്ങളുടെ ചെവിക്ക് തഴമ്പ് പിടിച്ചതാ, ഇനി മിണ്ടരുത് നീ. അതിനാണോ കെട്ടണേ? ആണോ? അല്ലേ? ദൈവമക്കളെ, ഈ ശവമാണെങ്കിൽ പോലും കൈകൾ ചേർത്ത് വെച്ച് കെട്ടണേ എന്തിനാണെന്നറിയോ? കെട്ടിയില്ലെങ്കിൽ കൈ അകന്ന് പോവും. സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ജീവനുള്ളത് കൊണ്ടൊന്നല്ല, ഇത് അങ്ങകന്നു പോവും. പിന്നെ ഈ പെട്ടിക്കകത്ത് കൊള്ളൂല. കൈ അങ്ങകന്നു പോയാലേ. പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൈസാണ്. ശവപ്പെട്ടി അസംബിൾ ചെയ്തോൻ അവാർഡ് കൊടുക്കണം. എന്താ പ്രത്യേകത? ശവം കിടത്തിയാൽ പിന്നെ ഒന്നും വെക്കാൻ അതിനകത്ത് സ്ഥലമില്ല. പിന്നെ എങ്ങനെയാ അത് കൊണ്ടുപോണേ? വെറുതെ പോണ്ടേ? ഒന്നും വെക്കാൻ സ്ഥലമില്ല, ശവം മാത്രം. അത് അസംബിൾ ചെയ്തോൻ അവാർഡ് കൊടുക്കണം. ദൈവമക്കളെ, ഈ കൈ അകന്നു പോയാൽ പെട്ടിക്കകത്തോളൂല. അതുകൊണ്ടാണ് കൂട്ടി വെച്ച് കെട്ടണത്. കാലും അകന്നു പോവും. കാലകന്നു പോകാതിരിക്കാനാണ് അടുപ്പിച്ച് വെച്ച് കെട്ടണത്. ഈ ശവ അപ്പനാണെങ്കിൽ പോലും വാ വിളിച്ച് കിടന്ന മോശമല്ലേ? മക്കളടുത്ത് വന്നിരിക്കുമ്പോൾ ഇതിങ്ങനെ ചോദിച്ചാൽ മോശമല്ലേ? ആകെ ഒരു പേടി. അതുകൊണ്ട് താടി കൂട്ടി കെട്ടി വയ്ക്കും. ഇപ്പൊ ഏകദേശം ഒരു മരിച്ചതിന്റെ പരുവത്തിലായില്ലേ? പ്രിയപ്പെട്ടവരെ, 3 കെട്ടുകളാൽ കെട്ടപ്പെട്ട് പടിയിറങ്ങി പോകുമ്പോ വെറും കയ്യോടെ പോകേണ്ടി വരും, ഇല്ലേ? ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. അർത്ഥാഗൃഹേ നിവർത്തന്തേ. ധനം കൊണ്ടുള്ള ഉപയോഗം വീട്ടിൽ വെച്ച് പൂർത്തിയാകും. 1 രൂപ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ശ്മശാനേ പുത്രബാന്ധവ. പുത്രബന്ധുക്കൾ എത്ര പേരുണ്ടെങ്കിലും തലമുടി പിച്ചിപ്പറിച്ചും വസ്ത്രം കീറിയും വാവിട്ട് നിലവിളിച്ചും അലമുറയിട്ടും കണ്ണുനീരിൽ കുതിർന്നും ശ്മശാനത്തിലോളം കൂടെ വരും. സെമിത്തേരിയിൽ എത്തുന്നത് വരെ എന്ത് സൈസ് നിലവിളിയാ! ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, അയ്യോ എന്നെ ഇട്ടേച്ച് പോവല്ലയോ, ഞാനും പോരുവാണി, അയ്യബാവോ. ഈ നിലവിളി കേൾക്കുമ്പോൾ വിചാരിക്കും, ഈ പെണ്ണിന് അമ്മയോട് എന്നാ ഒരു പ്രേമമായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് തൊള്ളി വെള്ളം കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് പകൽ പറഞ്ഞു, അത് മെഷീൻ കണ്ണുകാർ വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഇത് പിടിച്ചു വെക്കുകയല്ലേ. എനിക്ക് അമ്മായിയമ്മോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കണേ? അതിന് കണ്ടെത്തിയ മാറുക. ഇപ്പൊ എല്ലാം ഫാഷൻ പരേഡിന്റെ കാലമല്ലേ?
പെൺപിള്ളേരൊക്കെ ഇപ്പോൾ ഇതിങ്ങനെ ഫാഷൻ പരേഡ് നടത്തുക. ഈ കോതമംഗലത്ത് 3 കൊല്ലം മുമ്പ് ഒരു പെണ്ണ്, ഒരു മലയാളി പെണ്ണ്, കേരളത്തിൽ ജനിച്ചു വളർന്ന പെണ്ണ് ഫാഷൻ വസ്ത്രം ഡിസൈൻ ചെയ്യുന്ന ഒരു കടയിൽ കയറി ചെന്നു. ആ കടയുടെ ഓണർ എൻ്റെ ഒരു സുഹൃത്താണ്. അവിടെ കയറി ചെന്നിട്ട് മലയാളം അറിയാമെങ്കിലും മലയാളം പറയണത് മാനക്കേടാണെന്ന് മലയാളിക്ക് തോന്നി തുടങ്ങിയ ഒരു കാലമാണ്. അവളവിടെ കയറി ചെന്നിട്ട് ഈ കടയിലെ പെണ്ണിനോട് ചോദിച്ചു, സിസ്റ്റർ ബ്ലാക്ക് സാരി ഉൻറ്റോ? അത് പറഞ്ഞ മലയാളം പറഞ്ഞാൽ മാനക്കേടാണെന്ന് പറയുന്ന ഒരു ലോകമായത്. മലയാളം അറിയാമെങ്കിലും പറയില്ല. ബ്ലാക്ക് സാരി ഉൻറ്റോ? അപ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ, കാണിക്കാമോ? കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. എൻ്റെ ഫാദർ ഇൻ ലോ സിക്ക് ആൻഡ് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, വേഗം വാക്ക് ചെയ്ത് തരണം. അപ്പം ചാമ്പ് കൊടുക്കാനേ, ഫാഷൻ പരേഡ് നടത്താൻ, അവരുടെ അമ്മായിയപ്പൻ മരിക്കുമ്പോൾ കൊടുക്കാൻ. അമ്മായിയപ്പൻ 3 ദിവസം കഴിഞ്ഞ് മരിക്കണം. അന്ന് രാത്രി അവൾ ചത്ത. ഈ സാരി ആരുടുക്കും? ആരുടുക്കും? അപ്പോഴാ ബോധം വന്നേ. കർത്താവിന് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് ഫാഷൻ പരേഡിന്റെ കാലമാ. നമ്മൾ ശരിക്കും ഓർത്തോ? ശ്മശാനേ പുത്രബന്ധവ, പുത്രബന്ധുക്കൾ എത്ര പേരുണ്ടെങ്കിലും ശ്മശാനത്തിലുള്ള പോലും വെല്ലുവായിൽ നിലവിളിക്കണവരൊക്കെ പിരിഞ്ഞു പോകും. ഉറപ്പല്ലേ? പെട്ടിക്കുഴിയിൽ ഇറക്കുമ്പോൾ ഒരു നുള്ളു മണ്ണ് വാരി നെഞ്ചത്തേക്കിടും. ടാറ്റാ, എല്ലാവരും പോവും. പിന്നെ സുകൃതം ദുഷ്കൃതം ചൈവ, നീ ചെയ്ത സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഗച്ഛന്തമനുഗച്ഛതി, നിത്യത മുഴുവൻ നിന്നെ പിന്തുടരും. അതുകൊണ്ട് നന്മ ചെയ്യാൻ പഠിക്കണം. ഈ ലോകത്ത് ജീവിക്കുന്നത് സുകൃതം ചെയ്യാനായിരിക്കണം. നമ്മുടെ നന്മകളും തിന്മകളും നമ്മളെ വേട്ടയാടി പിന്തുടരും, മരണത്തിനപ്പുറത്തേക്കും. അതുകൊണ്ട് നന്മ ചെയ്യാൻ പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം വിട്ടുപോയവരാരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. പണം മനുഷ്യനെ അന്ധനാക്കുന്നു, അത് മനുഷ്യനെ കൊലപാതകിയാക്കുന്നു, അത് അപ്പനെയും മക്കളെയും തമ്മിൽ തല്ലിപ്പിരിക്കുന്നു, ജ്യേഷ്ഠനെയും അനുജനെയും ബദ്ധശത്രുക്കളാക്കുന്നു, ഉറ്റ സ്നേഹിതന്മാരെ കൊലപാതകികളാക്കുന്നു. ഇല്ലേ? പണം ലോകത്തിനു വേണ്ടി സമ്പാദിക്കുന്നവർ ഒന്നുകിൽ കരയും, അല്ലെങ്കിൽ തടവറയിലാകും, അതുമല്ലെങ്കിൽ നരകത്തിൽ പോകും. സമ്പത്ത് മനുഷ്യന്റെ ശത്രുവാണ്. തിരിച്ചറിഞ്ഞിട്ടില്ലാരും. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പാദിക്കുന്നവൻ മൂഢനാണെന്ന് മശിഹ പറഞ്ഞതിൻ്റെ പൊരുൾ അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും? ദൈവമക്കളെ, ഇത് പറയുമ്പോഴാണ് പണത്തിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു കഥ ഇങ്ങനെ ഓടി വന്നത്. പണ്ട് അങ്ങനെയല്ലേ കഥ പറയാൻ തുടങ്ങുക. ഒരു വലിയ തറവാട്, 60 ഏക്കർ ഒറ്റ കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിൻ്റെ ഓണർ വലിയ മുതലാളിയും കൊച്ചമ്മയും കൂടെ കാറ് ഓടിച്ച് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരുടെ വീടിൻ്റെ ഗേറ്റിങ് ഒരു കരുമാടിക്കുട്ടൻ കറുത്തൊരു കൊച്ച വാ പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. ഓണടിച്ചിട്ടൊന്നും ഇവൻ അറിഞ്ഞില്ല. ഉറക്കെ ഒരു ഓണടിച്ചപ്പോൾ ഇവൻ മാറി നിന്നു. അപ്പോൾ ഈ കാർ അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോകുമ്പോൾ കൊച്ചമ്മ പറഞ്ഞു, മനുഷ്യ, ആ കൊച്ചിന് വിശക്കുണ്ടെന്നാണ് തോന്നണേ, അതിവിടെ വന്ന് ഇങ്ങനെ വാ വിളിച്ച് നിൽക്കണേ, അവനെ വിളിച്ചെങ്കിൽ ഒരു നേരത്തെ ചോറ് കൊടുക്കാമായിരുന്നു, നീ വിളിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ഈ കൊച്ചമ്മ അകത്ത് എന്നിട്ട് ഗേറ്റിങ് വന്ന് എന്താടാ അവിടെ നിൽക്കണേന്ന് ചോദിച്ചു. കൊച്ചമ്മ, എനിക്ക് വിശക്കുന്നു കൊച്ചമ്മ, 7 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ആദിവാസി കുട്ടിയാ, മാണിക്കൻ എന്നാ അവൻ്റെ പേര്. അവനെ വിളിച്ച് ചോറ് തരാമെന്ന് പറഞ്ഞു. അവൻ അകത്തി ചെന്നു. എന്താടാ നിൻ്റെ പേര്? എൻ്റെ പേര് മാണിച്ചെന്നാ. എവിടെയാണ് നിൻ്റെ വീട്? അറിയാൻ പാടില്ല. എന്നാ നിനക്ക് ഞാൻ ചോറ് തരട്ടെ, ചോറ് തന്നോ? അവന് ചോറ് കൊടുത്തു. ചോറുണ്ട് കഴിഞ്ഞിട്ട് അവൻ ആനന്ദം കൊണ്ട് അങ്ങ് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ കൊച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കൊച്ചമ്മ അടുത്ത് ചെന്ന അച്ചായനോട് പറഞ്ഞു, അതേ അച്ചായ, നമുക്ക് മക്കളില്ലല്ലോ, ഇട്ടുമൂടാൻ പണമുണ്ടല്ലോ, ആ കുട്ടി പാവ, എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമായി, അവനിവിടെ അങ്ങ് നിന്നോട്ടെ, നമ്മുടെ കന്നാലിയൊക്കെ നോക്കിക്കോളൂ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിർത്തിക്കോ. കൊച്ചമ്മ എന്നിട്ട് മാണിക്കനോട് പറഞ്ഞു, എടാ മാണിക്ക, എന്തോ, ഞാൻ നിനക്ക് എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മല പോലെ ചോറും കുളം പോലെ സാമ്പാറും തരാം, നിനക്ക് ഇവിടുത്തെ കന്നാലിയെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓ എൻ്റെ പൊന്നു നമ്പ്രാട്ടി, ഞാൻ എത്ര കന്നാലി വേണി നോക്കിക്കോളാം. അവൻ ആനന്ദമായി. മല പോലെ ചോറും കുളം പോലെ സാമ്പാർ. മല പോലെ ചോറ് വിളമ്പുമ്പോൾ അവൻ കുളം കുത്തും, നിറച്ചും സാമ്പാർ. പിന്നെ എന്താ ഒരു രസം, ആഹാ, കുഴച്ചടിക്കല്ലേ. അവൻ്റെ ജീവിതത്തിൽ അവനുള്ള ഇത് പരമൊന്നും അവന് കിട്ടാനില്ല. അവൻ അന്ന് അങ്ങനെ അവിടെ പിറ്റേ ദിവസം നേരം വെളുത്തു, അവനവിടെ ഇതുപോലെ ചോറ് കിട്ടി, കന്നാലി അടിച്ചു വിട്ടു, ചുറ്റും കോമ്പൗണ്ടുകൾ കിട്ടി, കാരണം എങ്ങും പോവില്ല. അവൻ വയറ് നിറഞ്ഞു കഴിപ്പോൾ അവൻ ആനന്ദം കയറി. ഇവൻ നല്ലൊരു പാട്ടുകാരനാണ്, രസികം പാട്ട് പാടാം, ആദിവാസി കുട്ടിയല്ലേ. ഇവൻ പോയി നേരെ ഒരു പാറപ്പുറത്ത് കയറി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ ഇരുന്നു. കന്നാലി നടന്ന് തിന്നുക, ഇവനങ്ങ് പാടാൻ തുടങ്ങി, എല്ലാം മറന്നു പാടാം. ആദിവാസികളുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊരു പകുതി ആദിവാസിയാ. രേ രേ രീ രേ 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 രീ രേ രേ രീ രേ രീ രേ രേ രീ രേ 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 രീ രേ രേ രീ രേ രീ. ഉടുക്ക് പൊട്ടിയാ ഞങ്ങൾ പാടുക.
ഞാനിന്നലെ രാത്രി ഒരു ചൊപ്പിനം കണ്ടേ രേ രേ രീ രേ 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 രീ രേ 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 രേ. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്ത് സ്റ്റൈലായിട്ടാണ് പാടുക. ഇതൊക്കെ പണ്ടത്തെ തെരുവ് നാടകത്തിൻ്റെ ബാക്കിയാ എൻ്റെ പ്രിയപ്പെട്ടവര്. അത് ഇന്നലെ പറഞ്ഞാച്ചാ നിരീശ്വരവാദിയായിട്ട് തെരുവ് നാടകം കളിക്കാൻ നടന്ന കാലം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവനങ്ങ് പാടി രസിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരമായി. ഇവന് ഉച്ചയ്ക്കും നിറച്ച് കിട്ടി, അത്താഴവും വയറ് നിറച്ച് കിട്ടി. പശുവിനെ ആലേ കയറ്റിയിട്ടു. അവൻ ആ തൊഴുത്തിൻ്റെ അടുത്ത് തന്നെ ഒരിടം കണ്ടെത്തി. ഒരു ചാക്കവും ഒരു കീറപ്പായും വിരിച്ചു. അവനവിടെ കിടപ്പാടവും കണ്ടെത്തി. മണ്ണെണ്ണ വിളിക്ക് കത്തിച്ച് വെച്ചിട്ട് പാട്ടോ പാട്ട് പാതിരാത്രി വരെ. ഇവൻ വയറ്റത്ത് തട്ടിയാണ് പാടണത്. അപ്പോൾ ഈ അച്ചാനും കൊച്ചമ്മ ഈ ജനൽ വഴി ഇവൻ്റെ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം കൊച്ചമ്മ പറഞ്ഞ്, എൻ്റെ അച്ചായ നോക്കി, നമുക്ക് എന്തോരം സ്വത്തും അതില്ല, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? ആ കുട്ടിക്കാണെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല, അവൻ്റെ പാട്ട് കേട്ടോ, അവനല്ലേ സ്വർഗത്തിൽ താമസിക്കണേ ചോദിച്ചു. ശരിയല്ലേ? ഒന്നുമില്ലാത്തവരാനന്ദം കൊണ്ട് നൃത്തം ചെയ്ത് പാടുന്നു. എല്ലാം ഉള്ളവർ കണ്ണുനീരും നെടുവീർപ്പും എന്ന ശബ്ദവുമായി കാലം പോക്കുന്നു. വേറെ ഒന്നുകൂടെ നടക്കാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ കൊച്ചമ്മ പറഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു, എടി ഈ മാണിക്കൻ്റെ സന്തോഷം ഇന്നത്തെ കൊണ്ട് തീരുക. നിങ്ങൾ അവനെ പിരിച്ചുവിടാൻ പോവാണ്. പിരിച്ചൊന്നും വിടണില്ല. പിന്നെ എന്താ ചെയ്യാൻ? ഞാൻ നാളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത്താവ് കൊണ്ടിട്ട് മാണിക്യം പോയി കിടന്ന് മൂളാൻ തുടങ്ങിയപ്പോൾ മുതലാളി വിളിച്ചു, എടാ മാണിക്കോ, എന്താ നമ്പറാണ്? ഇനി വന്നേ. ഓടിച്ചെന്നു. നീ എൻ്റെ വീട്ടിൽ ജോലിക്ക് എന്നിട്ട് എത്ര കാലമായി? അറിയാൻ പാടില്ല നമ്പറാന്ന്. എന്നാ നീ കേട്ടോ, 6 മാസമായി. 6 മാസമായോ? നിനക്ക് ഞാൻ ഇത്രയും കാലം കൊണ്ട് ശമ്പളം ഒന്നും തന്നില്ലല്ലോ. അയ്യോ, കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല പോലെ ചോറും കുളം പോലെ സാമ്പാറും ഇഷ്ടം പോലെ കിട്ടിയെന്ന് പറഞ്ഞു. അതല്ല, നിനക്ക് ഞാൻ രൂപയൊന്നും തന്നിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ രൂപ കണ്ടിട്ട് പോലും ഇല്ല. ഇതേ 1 രൂപ കുറേ കാലം മുമ്പാ, 1 നൂറ്റാണ്ട് മുമ്പ് 1 വെള്ളി രൂപ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. 1 വെള്ളി രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 10-15,000 രൂപ വില വരും. അന്നത്തെ വെള്ളി രൂപയ്ക്ക് 1 വെള്ളി രൂപ എൻ്റെ കൊടുത്തു. അവൻ ആയുസിൽ വെള്ളി രൂപ കണ്ടിട്ടുണ്ടോ? ഇത് കൈ കിട്ടിയപ്പോൾ ഇവന് ഓടി 2 ചാട്ടം ചാടി മുറ്റത്ത് കിടന്ന് 2 തലക്കുത്തം മറിഞ്ഞു. ഓടിപ്പോയിട്ട് അവൻ ഈ ചെമ്മണ്ണുവിളക്കിൻ്റെ അടുത്തിരുന്ന് ഈ വെള്ളി രൂപ പരിശോധിക്കാൻ തുടങ്ങി. 1.5-3 മണിക്കൂർ തിരിച്ചും മറിച്ചും നോക്കി. ഇത് നോക്കി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മിണ്ടണില്ല, പാട്ടും പാടാനില്ല കേട്ടോ. ഈ രൂപ ഇങ്ങനെ കാണുക. രാത്രി ഒരു 10 മണിയപ്പോൾ ഇവന് ഉറക്കം വന്നു. അപ്പോൾ ഒരു പ്രശ്നം, ഇതെവിടെ വയ്ക്കും? ഇത് ഇല്ലെങ്കിൽ പിന്നെ സൂക്ഷിക്കേണ്ട ഒരു പ്രോബ്ലം ഇല്ലല്ലോ. അപ്പോൾ ഇതവിടെ വയ്ക്കും. ആകെ പ്രശ്നമായി. മാണിക്യം കുറേ നേരം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ടത് മടിയിൽ വെച്ചു. മടിയിൽ വെച്ചത് തിരികെ കെട്ടി വെച്ചിട്ട് അവൻ മലർന്ന് കിടന്നു. കൈ രണ്ടും ഇങ്ങനെ ഒതുക്കി പിടിച്ചേക്കുക. ഉറക്കം ഇങ്ങനെ വന്ന് ചാമ്പി. ഇപ്പം ചാടി എങ്ങനെ ഇറ്റു. ഉറങ്ങുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയാലോ? അവൻ വേഗം എടുത്തു നോക്കി, ആരും കൊണ്ടുപോയിട്ടില്ല. ഭാഗ്യമായി. വീണ്ടും അവിടെ തന്നെ തിരികെ വെച്ചു. എന്നിട്ട് അവൻ കമന്ന് കിടന്നു. അപ്പോഴും കൈ അവിടെ തന്നെ ഇരിക്കുന്നത്. ഉറക്കം വന്നപ്പോൾ അവൻ ചാടി എണീറ്റു. ഇതിപ്പോൾ ഒരു പ്രശ്നമായില്ലോ. ഇതെവിടെ സൂക്ഷിക്കുക? അപ്പം അവന് തോന്നി, ഈ ഇല്ലിയുടെ പൊത്ത്, തൊഴുത്ത് ഇല്ലിയും കൊണ്ടുണ്ടാക്കി, ഇല്ലിയുടെ പൊത്തിൽ കയറ്റി വയ്ക്കാം. ഇവന് ഇല്ലിയുടെ പൊത്തിൽ ഈ പൈസ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് വന്ന് കിടന്നപ്പോൾ ഇവനൊരു സംശയം, കന്നാലി എങ്ങാൻ കണ്ടു കാണുമെന്ന്. കന്നാലിയെ പോലും വിശ്വാസം ഇല്ലാണ്ടായി. ഇത് 1 വെള്ളി രൂപയല്ലേ? ഇവന് ചിമ്മിനി വിളിക്കെടുത്ത് എല്ലാ കന്നാലിയുടെയും മുമ്പിൽ കൂടെ പോയി എല്ലാ കന്നാലി ഉറങ്ങുക. സമാധാനമായി വന്ന് കിടന്നു. ഈ മക്കളെ അപ്പം ഇവനൊരു സംശയം, ഇനി ആരെങ്കിലും അവിടെ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടു കാണുമോ? ഇരുട്ടിൻ്റെ മറവിൽ അവൻ ആ പൈസ എടുത്ത് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചു. എന്നിട്ട് അവൻ വന്ന് കിടന്നു. എന്ത് ചെയ്തിട്ട് ഉറങ്ങില്ല. രാത്രി 12 മണിയായി. എണീക്കുക കിടക്കുക. എപ്പോഴും പണം എടുത്ത് നോക്കുക. 12 മണിയായപ്പോൾ മുതലാളി വിളിച്ചു, എടാ മാണിക്ക, എന്തോ ഇന്നെന്താ നിന്റെ പാട്ട് കേൾക്കണില്ല? നീ വെളുക്ക് കണക്കണില്ല, ഉറങ്ങണില്ലേ, പാടണില്ലേ, എന്താ പ്രശ്നം? അവനാ വെള്ളി രൂപ എടുത്തോണ്ട് ചെന്നു. എൻ്റെ പൊന്നു മുതലാളി, ഈ പണം കടിച്ചിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റണില്ല, പാടാനും പറ്റണില്ല. ഇതങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഉറങ്ങുക എങ്ങനെയും ചെയ്തോളായിരുന്നു. ഈ പണം കടിച്ചിട്ടേ. നിങ്ങൾക്ക് മനസ്സിലായ? പണം, അതിനുവേണ്ടി ജീവിക്കുന്നവർ സ്വസ്ഥത അനുഭവിക്കില്ല ഈ ലോകത്ത്. ഇവിടെ ജീവിക്കുന്ന ഒരുപാട് പേര് നെടുവീർപ്പിടാൻ കാരണം പണമാ. ഹിമാലയവും എവറസ്റ്റും തമ്മിൽ കൂട്ടിയിടിച്ചു. എവറസ്റ്റും മരിച്ചു. അറിഞ്ഞില്ല? നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. എറണാകുളത്തുണ്ടായ സംഭവം. 6 മാസം പത്രം അത് തന്നെ ആഘോഷിച്ചത്. ഹിമാലയ എവറസ്റ്റും കൂട്ടുകാരായിരുന്നു. ബ്ലേഡ് മനസ്സിലായില്ലേ? ബ്ലേഡ് ഇവിടെ ഉണ്ടോ? ബ്ലേഡ് കാണും. ഭൂരിപക്ഷം പേരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലതാ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ടല്ലോ, കുറച്ച് കാശുണ്ടായാൽ മതി. കൊടുക്കുക, വാങ്ങുക. കൊടുക്കണല്ലേ ഇരട്ടിയില്ലേ വാങ്ങണേ. ഒരുപാട് പോവില്ല, ഇടിച്ചു തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണം കൊണ്ട് കച്ചവടം ചെയ്തവരൊക്കെ കരയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ എവറസ്റ്റ് മരിച്ചും പോയി, ഹിമാലയ അകത്തുമായി. ഹിമാലയ ഇപ്പോൾ പുറത്തേടും. അവൻ ജഡ്ജിനെയും വിലക്കെടുക്കാൻ പറ്റിയവനാ. നാട്ടുകാരുടെ കാശല്ലേ, പിന്നെ എന്താ പാടില്ലാത്ത? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എന്തൊക്കെ സമ്പാദിച്ചാലും അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് നിമിഷവും മരണം വരും. സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഈ ലോകത്ത് എന്തൊക്കെ സമ്പാദിച്ചാലും ദൈവത്തെ സമ്പാദിക്കുന്നതാണ് ഭാഗ്യം. മരണം വരും. മരണമേ നിനയാ നേരമേ അതു നിന്നെ സന്ധിക്കുമേ. സൂക്ഷിക്കണം. മരണമേ
നിനയാ നേരമേ അതു നിന്നെ സന്ധിക്കുമേ. മരിച്ചോർ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായല്ലോ. മരിച്ചോർ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായല്ലോ. വന്നിടുവിൻ നീ യേശുപാദേ ചേർന്നിടുവിൻ, നിന്റെ പാപത്തെ വിട്ടോടിടുവിൻ, നിന്റെ പാപത്തെ വിട്ടോടിടുവിൻ. തീവ്രമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് എന്തൊക്കെ സമ്പാദിച്ചാലും കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ലോകം വെട്ടിപ്പിടിച്ചത് കൊണ്ട് നേട്ടമൊന്നുമില്ല. സമ്പാദിക്കേണ്ടത് തമ്പുരാനെയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ സമ്പന്നൻ. ലോകത്ത് എന്തൊക്കെ സ്വന്തമാക്കിയാലും വെറും കൈയോടെ പോകണം, വേണ്ടേ? ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ജ്ഞാനം തിരിച്ചു കിട്ടി ശലോമോൻ. ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു. ദൈവാലയത്തിൽ ചെന്ന് കമിഴ്ന്നു കിടന്നു. പൊട്ടിക്കരഞ്ഞ ശലോമോൻ തൻ്റെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അവസാനം പറയുന്നു, യൗവനക്കാരാ, യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വൃദ്ധനായാൽ പിന്നെ ഓർത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇവിടെ യൗവനകാലത്തൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷമായിട്ട് നാട്ടുകാരെ തല്ലി നാട്ടുകാരെ മേടിച്ച് പരമാവധി സമ്പാദിച്ച് എങ്ങനെ നടക്കും? വാർദ്ധക്യം വരെ പോയെങ്കിലല്ലേ പിന്നെ ബാക്കിയുള്ളൂ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൗവനക്കാരാ, യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഫിലിപ്പിയർ 3:12, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. പൗലോസ് ശ്ലീഹ കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഓടിയത്. തൻ്റെ തെറ്റുകൾ ഒന്നൊന്നായി മനസ്സിലാക്കിയ സോളമൻ തൻ്റെ സഭാപ്രസംഗിയുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. പ്രസംഗം തീരാൻ പോവുക. തൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ ഒന്നൊന്നായി മനസ്സിലാക്കിയ സോളമൻ തൻ്റെ സഭാപ്രസംഗിയുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അവസാനത്തെ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. 13-14 12-ാം അധ്യായത്തിൻ്റെ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ പറയാം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഒരിക്കൽ കൂടെ, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഇതാണ് സഭാപ്രസംഗി പറഞ്ഞ് അവസാനിപ്പിച്ച വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളിൽ 3 പ്രധാന ദൂതുകളുണ്ട്. 1, നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളണം. 2, നിന്റെ ദൈവത്തെ നീ ഭയപ്പെടണം. 3, ഒരു ന്യായവിധി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ആമേൻ. 3 ദൂതുകൾ. 1, നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളണം. 2, നിന്റെ ദൈവത്തെ ഭയപ്പെടണം. 3, ഒരു ന്യായവിധി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ഒരു ന്യായവിധി ഉണ്ട്. യേശുക്രിസ്തു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:48, നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരുത്തൻ ഉണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കുമെന്നറിഞ്ഞുകൊള്ളുവിൻ. സംശയം വേണ്ട. 2006 ആണ്ട് 12-ാം മാസം 28, 29 തീയതികൾ പിന്നിടുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ഈ വചനം കൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. മറക്കണ്ട. ന്യായവിധി. ആൾക്കാരുടെ വിചാരം ഈ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ച സംഗതിയാണ്. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ന്യായവിധി അത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഉള്ളതല്ല. 2 ചോദ്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. യെസ് ഓർ നോ എന്ന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഒരു സാമ്പിൾ ന്യായവിധി ഇപ്പോൾ തന്നെ നടത്തിയേക്കാം, വിരോധമില്ലല്ലോ. ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇന്നടത്തിൻ്റെ ആളല്ലേ, അതേ കർത്താവേ, ഹാജർ റാൻ മാറി നിൽക്ക്, നിന്നോട് 2 ചോദ്യം ചോദിക്കാൻ പോകുന്നു. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് എന്നെങ്കിലും ഒരിക്കൽ രക്ഷിതാവായ യേശുക്രിസ്തു ഏക സത്യ ദൈവമാണെന്നും അവനെ വിശ്വസിക്കണമെന്നും വിശുദ്ധ ജീവിതം നയിക്കണമെന്നും രക്ഷയുടെ സുവിശേഷം നീ കേട്ടിരുന്നോ? ഒരിക്കലെങ്കിലും ഭൂമിയിൽ വെച്ച് രക്ഷയുടെ സുവിശേഷം കേട്ടിരുന്നോ? യെസ് ഓർ നോ? എന്താ ഉത്തരം? പറ.
യെസ്. ഉടനെ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. ആ കേട്ട സുവിശേഷം അനുസരിച്ച് ജീവിച്ചോ? നോ. ഗെറ്റ് ഔട്ട്. ശപിക്കപ്പെട്ടവരെ, പിശാചിനും കൂട്ടാളികൾക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക് പോകുവീൻ. ക്ലോസ്. ന്യായവിധി തീർന്നു. ഇത്രയേ ഉള്ളൂ. 2 ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. ആൾക്കാർ വിചാരിക്കുന്നു ഭയങ്കര കോംപ്ലിക്കേഷൻ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും യെസ് ആണല്ലോ. അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കേട്ടോണ്ടിരുന്ന അത് തന്നെയാണല്ലോ. യെസ്. സുവിശേഷം കേട്ടോ, അനുസരിച്ചോ, തീർന്നല്ലോ. ഇല്ല എന്ന് പറയാനാണോ നിങ്ങൾ പോണേ? ആണോ? ആമേൻ. മാനസാന്തരപ്പെട്ടു കൊള്ളണം. ഹല്ലേലൂയ. അപ്പീലൊന്നുമില്ല. മദ്യപാനം തെറ്റാൻ നിന്ന് കേട്ടില്ലേ? ഉണ്ടോ നോക്കി കേട്ടില്ലേ? മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കുറിച്ചു വയ്ക്ക്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 9-10. 1 കൊരിന്ത്യർ 6-9-10 വീട്ടിൽ പോയി വായിക്കണം. ഇത് സാധനം കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇനി അയൽക്കത്ത് വീട്ടിൽ പോണ്ടി വരുമോ മേടിക്കാൻ? ബൈബിളേ സ്വന്തമായിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഉള്ളവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവമക്കളെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-20 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. 2 സ്ഥലത്ത് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനി ദൈവരാജ്യം കാണൂല. കേട്ടില്ലേ ഇന്ന് ഈ സുവിശേഷം? കേട്ടില്ലേ? അനുസരിച്ചോ? പുകവലിക്കുന്നവൻ സ്വന്തം ശരീരത്തെ മലിനമാക്കുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ? കേട്ടില്ലേ? യെസ്. അനുസരിച്ചോ? വ്യഭിചാരം തെറ്റാണെന്ന്, ദ്രവ്യാഗ്രഹം തെറ്റാണെന്ന്, അഹങ്കാരം തെറ്റാണെന്ന്, പരസ്പരമുള്ള മത്സരവും പോരും തെറ്റാണെന്ന്, പിണങ്ങിയിരിക്കുന്നത് തെറ്റാണെന്ന് ഇന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞില്ലേ? കേട്ടില്ലേ? കേട്ടു. യെസ്. ഉത്തരം അനുസരിച്ചോ? ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കും, പുറത്താക്കും. അത് ഇന്ന് ശരിക്കും ഊരാക്കുടുക്കിപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ ഇരിക്കണ എല്ലാവരും സത്യത്തിൽ നിന്ന് ഇവിടെ വരാത്തവരാ ഭാഗ്യവാന്മാർ. ഞാൻ കേട്ടില്ലായിരുന്നു കർത്താവ്, അത് സത്യമല്ലേ? അത് അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട് അല്ലേ? സ്കൂളിൽ പഠിപ്പിക്കണ സാറന്മാർക്കറിയാം. കുട്ടിയോട് ചോദ്യം ചോദിച്ചു, അവൻ എഴുന്നേറ്റ് പുറകെ കൈയിട്ടുന്നു. എന്താടാ? അറിയില്ല സാർ. നിന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും നിനക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അറിയില്ല സാർ. കൈ നീട്ട. അടിച്ചു നിന്ന് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നില്ല സാർ. ആഹാ, നീ ഇന്നലെ വന്നില്ലടാ? വന്നില്ല സാർ. ഇവനെന്നലെ വന്നില്ലടാ? ഇന്നലെ മിനിഞ്ഞാന്നും വന്നില്ല സാർ. ഓഹോ, സിറ്റ് ഡൗൺ ദർ. വരാത്ത കുട്ടിക്ക് ഒരു അസംഷൻ ഉണ്ടോ? ഇന്നിവിടെ വരാത്തവർക്ക് ഭാഗ്യം. കേട്ടില്ല എന്ന് പറയാലോ. നിങ്ങളെന്തു പറയും? അനുസരിച്ചോ? വരണ്ടായിരുന്നു എന്ന് ഇപ്പൊ ചിലരുടെ ഉള്ളു പറയുന്നുണ്ട്. വരണ്ടായിരുന്നു എന്ന് ദൈവം കേരളത്തിൽ നിന്നൊരു അച്ഛനെ പറഞ്ഞു വിട്ടത് ചില ഉദ്ദേശത്തോടു കൂടിയാ. ആമേൻ. ഇതുവരെ നിങ്ങൾ കേട്ട സ്പിരിറ്റിലല്ല ഇന്ന് നിങ്ങൾ സുവിശേഷം കേട്ടത്. യെസ്, ഹല്ലേലൂയ. ഇത് പടർപ്പ് തല്ലിപ്പോകുന്ന പരിപാടിയല്ല. ന്യൂക്ലിയസ് ഭേദിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്നിവിടെ നിൽക്കുകയാ. കേട്ടില്ല എന്ന ആയുസിൽ നിങ്ങൾ പറയില്ല. പക്ഷെ അനുസരിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഒരുങ്ങിക്കൊള്ളണം. ന്യായവിധി സിമ്പിളാ. സാമ്പിള് പലതുണ്ട്. വേറെ ഒരു സൈസ് ന്യായവിധി ഉണ്ട്. അതെങ്ങനെയാണെന്നറിയോ? സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ കയറ്റുമോ എന്നുള്ള പേടിയാ. പേര് വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ കയറ്റണമെന്ന് എല്ലാവരുടെയും വിചാരം. ഒരു മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പേരും വിളിക്കണില്ല, ഇന്റർവ്യൂ നടത്തണില്ല, വാതിൽ തുറന്നു വെച്ചേക്ക. കർത്താവേ, ഇത് മനോഹരമായി പോയില്ലോ. ആരും തടുക്കണില്ല. കയ്യിരിപ്പ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വാതൊക്കെ തടയുമെന്ന് ഓർത്താ പുള്ളി നിന്നത്. ആരും തടഞ്ഞില്ല. അകത്തേക്ക് കയറി ചെന്നപാടെ വെൽക്കം വെൽക്കം എന്നൊരു സംഗീതം മുഴങ്ങി. അവിടെ സ്വർഗത്തിലേക്ക് സ്വാഗതം. ഭയങ്കര സന്തോഷം. 2 നൃത്തം ഡിസ്കോ കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. 2 ചാട്ടമൊക്കെ ചാടിക്കഴിഞ്ഞപ്പോൾ ഒരു 70mm സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിൽ. ഹേടാ, ഇതെന്താ പരിപാടി? പെട്ടെന്നൊരു ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫിലിം സ്വർഗത്തിൽ ഫിലിം. ഓഹോ, അമ്പടാ. ഭൂമിയിൽ ഞാനൊരു സിനിമ കണ്ടപ്പോൾ ഉള്ള അച്ഛന്മാരും ഉപദേശിമാരും മുഴുവൻ നെഞ്ചത്തോട്ട് കയറുമായിരുന്നു. സിനിമ കണ്ടാൽ നരകത്തിൽ പോകുന്ന സ്വർഗത്തിൽ സിനിമ എന്നാൽ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. സിനിമ എന്ന് പറഞ്ഞാൽ ജീവനാ. അവിടെ അങ്ങിരുന്നു. ഇഷ്ടംപോലെ കസേര കേട്ടിട്ടുണ്ട്. ഈ ഒരാൾ പുതുതായിട്ട് സ്വർഗത്തിൽ വന്നാൽ അന്നൊരു സിനിമ ഉണ്ടാവും. അതെല്ലാ കാലത്തും ഉള്ളതാ. അപ്പോൾ ഈ സ്വർഗത്തിലുള്ള മുഴുവൻ ആൾക്കാരും വന്നു. പുതിയ ആളുടെ വരവിനോടനുബന്ധിച്ചുള്ള സിനിമ കാണാൻ വന്നിരുന്നു. ഉടനെ ഒരു സിനിമ അങ്ങ് തുടങ്ങുകയാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതാണ് ആദ്യത്തെ രംഗം. അപ്പോൾ ഇവന് കണ്ടപ്പോൾ തോന്നി, ഈ സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ആരും, ഇത് എനിക്ക് പരിചയമുണ്ടല്ലോ. പക്ഷേ ഇവന് മനസ്സിലാവണില്ല.
പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഈ കുഞ്ഞ് വളർന്നൊരു 5-6 വയസ്സായി ഇവൻ്റെ കുസൃതിത്തരമൊക്കെ കണ്ടപ്പോൾ ഇവന് മനസ്സിലായി, ഇതെൻ്റെ അമ്മ, ഇത് ഞാനുമല്ലേ. അപ്പോൾ ഈ ജന്മകാലം മുതലുള്ള കംപ്ലീറ്റ് കാര്യം കാണിച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ, ഒരു കുട്ടി ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഒരു ക്യാമറ ഇന്നലെ മുതൽ എന്നെ നേരെ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലെ ഒരു ക്യാമറ ഫുൾ ടൈം നമ്മൾ ഓരോരുത്തരും നേരെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഒരു മൂവി ക്യാമറ. രാത്രിയും പകലും പോക്കിലും വരവിലും കോളേജിലും ഹോസ്റ്റലിലും വീട്ടിലും കുളിമുറിയിലും സിനിമാ കൊട്ടയിലും പോയോടത്തും വന്നോടത്തും സകല രഹസ്യങ്ങളും ഫുൾ ടൈം ഇതിങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക. ഫോളോ ചെയ്യാണ് നമ്മളെ ഒരു ക്യാമറ ഫുൾ ടൈം. കർത്താവ് വെച്ചിരിക്കുന്ന ഒരു ക്യാമറ. ഓരോരുത്തരെയും ഓരോ ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഒരു ചെറിയ ഭാവമാറ്റം പോലും നിങ്ങൾക്ക് കാസറ്റിലൂടെ കാണാം. ഇതുപോലെ ഫുൾ ടൈം ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ് ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ട് എഡിറ്റ് ചെയ്യാതെ ആ സിനിമയൊന്ന് കാണിച്ചാൽ, ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്യാതെ കാണിച്ചാൽ, നിങ്ങൾ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് കാണുമോ? കാണുമോ? സകല സംഗതിയും പിടിച്ചിട്ടുണ്ടെന്ന് കുട്ടിക്കോ? ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ഫുള്ള്. ആമേൻ. ചിലരൊക്കെ കുഴയാൻ തുടങ്ങി. ഈ പുള്ളി ഭയങ്കര ആനന്ദം പിടിച്ചിരുന്ന സിനിമ കാണുകയാണ്. ഒരു കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ അവൻ എന്തോരം ത്രില്ലടിച്ച് നടക്കും, ഭയങ്കര കുസൃതത്തിൽ ഓട്ടം ചോട്ടം, ആൾക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇവൻ കോളറൊക്കെ പൊക്കിയിട്ട് അമ്പടാ ഞാൻ മിടുക്കൻ. ഒരു 16 വയസ്സായപ്പോഴത്തേക്കും രംഗം മാറാൻ തുടങ്ങി. ഈ പുള്ളി ആകെ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി. പെൺപിള്ളേരൊക്കെ ഒളിച്ചു നോക്കുക, മാന്തുക, പറിക്കുക, ബെഞ്ചേന്ന് മറിച്ചിടുക, പിന്നെ വേണ്ട അതിനൊക്കെ പ്രവർത്തിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും കാണാൻ പറ്റാത്ത രംഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. തുണിയുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ആകെ പ്രശ്നമായി. ഇവനങ്ങ് നാണം കൊണ്ടങ്ങ് വല്ലാതെ കണി. ആൾക്കാർ തോണ്ടി കൊള്ളാലോടാ സ്വർഗത്തിൽ വന്ന കക്ഷി മിടുക്കൻ. ഇവനങ്ങ് ഭയങ്കര ടെൻഷനായി. ആകെ ടെൻഷൻ പിടിച്ചപ്പോൾ ഇവന് ഒളിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി. നാണം വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഒളിക്കും. ഇവൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടി. എന്തിനാ? ഒളിക്കാൻ. സ്വർഗം മുഴുവൻ ഓടി. ഒളിക്കാൻ സ്ഥലമുണ്ടോ? സ്വർഗത്തിൽ ഇരുട്ട് ഒട്ടും ഇല്ല. സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ABCD അറിയാവോ? സ്വർഗത്തെക്കുറിച്ച് വല്ല ABCD അറിയാവോ? സ്വർഗത്തിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അവിടെ രാത്രിയും ഇല്ല. ഫുൾ ടൈം പകലാണ്. എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞാടാതെ ആണ് അതിൻ്റെ വിളക്ക്, യേശുക്രിസ്തു തന്നെ. യെസ്, ദൈവമക്കളെ, അവിടെ ഇരുട്ട് ഒട്ടും ഇല്ല. ഇങ്ങേയറ്റത്ത് നോക്കിയാൽ അങ്ങേയറ്റത്ത് നടക്കുന്നത് കാണാം. ഭിത്തികളൊക്കെ ഇടയ്ക്കുണ്ട്, പക്ഷേ എല്ലാം സ്ഫടികമാണ്. ആമേൻ. അവിടെ രഹസ്യങ്ങളില്ല. ഇവൻ സ്വർഗത്തിൽ 3 റൗണ്ട് ഓടി. നിന്നിടപുള്ള നിന്നെ ഒന്ന് കാണട്ടെ എന്ന് എല്ലാവരും എത്തിക്കൊടുത്ത് പുറകെ. ഇവൻ എവിടെ നിൽക്കാൻ? ഇവൻ ഈ രംഗം കണ്ടിട്ടല്ലേ ഓടണത്. നിന്നെ ശരിക്കൊന്ന് കാണട്ടെ, മിടുക്കാൻ, സ്വർഗത്തിൽ വന്ന കക്ഷി. അവനൊരു 3 റൗണ്ട് ഓടിയിട്ട് ഒളിക്കാൻ ഇടം കണ്ടില്ല. സ്വർഗത്തിൻ്റെ വാതയ്ക്ക് വന്ന് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഇരുട്ട്. താഴെ പാതാളത്തിലേ. എന്നാൽ ഇനി അവിടെ പോയി ഒളിക്കാന്ന് പറഞ്ഞ ഒറ്റ ചാട്ടം കൊടുത്തു. ഇവൻ്റെ നരകത്തിൽ പറഞ്ഞു വിട്ടത് കർത്താവാ, നിങ്ങൾ സ്വർഗത്തിൽ ഒളിക്കുവോ? ചാടേണ്ടി വരുമോ? ഇതുവരെയുള്ള സിനിമ എഡിറ്റ് ചെയ്യാതെ കാണിച്ചാൽ രക്ഷപ്പെടുവോ? അപ്പം ന്യായവിധി സാമ്പിൾ 2 ഇനിയും വേണോ? ഇതന്നെ ധാരാളമായി. അച്ഛാ തൃപ്തിയായി. ഊരിപ്പോവാൻ ഒരു പഴുതും അച്ഛൻ ബാക്കി വെച്ചിട്ടില്ല. ഓക്കെ, ദൈവത്തിൻ്റെ പദ്ധതിയാ മക്കളെ. ഇതൊക്കെ സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും നേരെ ഒരു ക്യാമറ ഫുൾ ടൈം ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ജീവിതം ബുദ്ധിമുട്ടുളവാക്കുന്നതായിരുന്നെങ്കിൽ ഇന്ന് കർത്താവിനോട് പറ, പ്ലീസ് ഗോഡ്, ഇതുവരെയുള്ള ആ സിനിമ നീ ഒന്ന് മായ്ച്ചു കളയണം. ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാം. ഇവിടെ ഒരു ഉടമ്പടി വയ്ക്കാം. ഒരു പുതിയ ക്യാൻവാസിൽ എൻ്റെ ചിത്രം നീ പകർത്തണം. ഒരു പുതിയ ഫിലിം റോളിൽ നീ എൻ്റെ ജീവിതം പകർത്തണം. ഇനി ഞാൻ വിശുദ്ധനായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞാൽ നാണം കെട്ടിറങ്ങിപ്പോരേണ്ടി വരില്ല സ്വർഗത്തിൽ നിന്ന്. ഓക്കെ, ജീവിതത്തിലൊരു തീരുമാനം ഉണ്ടാവണം ദൈവമക്കളെ. അതുകൊണ്ട് ഒരു ന്യായവിധി ഉണ്ട് എന്ന കാര്യം എല്ലാവരും മറക്കരുത്. ന്യായവിധി ഉണ്ട് എന്ന കാര്യം മറക്കരുത്. എന്ത് ചെയ്യുമ്പോഴും ഓർത്തോളണം, ഒരു ന്യായവിധി ഉണ്ടെന്ന കാര്യം മറക്കരുത്. ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പുരുഷൻ ഓർത്തോളം ഒരു ക്യാമറ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓർത്തോളം ഒരു ക്യാമറ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കോളേജിലായാലും ഹോസ്റ്റലിലായാലും വീട്ടിലായാലും നാട്ടിലായാലും ജോലി സ്ഥലത്തായാലും ഓർത്തോളം ഒരു ക്യാമറ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഫുൾ ടൈം. രഹസ്യങ്ങളില്ല അവിടെ, എല്ലാം ദൈവം കാണുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം മക്കളെ, സൂക്ഷിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. യെസ്, അച്ഛൻ ഞങ്ങളെ പേടിപ്പിക്കുവാണല്ലോ എന്ന് നിങ്ങൾ ചിലരൊക്കെ പറയുന്നുണ്ട്. നോ.